أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعلموا أنما أموالكم وأولادكم فتنة والله عنده أجر عظيم. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സ്നേഹസമ്പന്നരായ ഈ നാട്ടിലെയും അടുത്ത പ്രദേശത്തെയും എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സമ്പന്നതയും അതിൻ്റെ മറ്റൊരു വശമാകുന്ന ദാരിദ്ര്യവും എന്താണ്, എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കാണേണ്ടത് എന്ന വിഷയമാണ് നമ്മൾ അല്പസമയം കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നത്, മനസ്സിലാക്കുന്നത്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല. ധനം, അതാണ് സമ്പന്നത എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ദാരിദ്ര്യം എന്നത് നമുക്ക് ഒരു വലിയ വിപത്തായി കാണും. സമ്പത്തും സമ്പന്നതയും വ്യത്യാസമുണ്ട്. പണമുണ്ടാകുമ്പോഴാണ് പണക്കാരനാകുന്നത്. മുതലാളി എന്ന് പറയുന്നത് അത് മുതലിനെ ലാളിക്കുന്നവനാണ് മുതലാളി. തൊഴിലാളിയാകുന്നത് തൊഴിലിനെ ലാളിക്കുന്നവനാണ്. ഇസ്ലാം അങ്ങനെ ഒരു തൊഴിലാളി മുതലാളി വ്യത്യാസം കാണുന്നില്ല. ഗനിയ് എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ സമ്പന്നത മനസ്സിൻ്റെതാണ്. കാരണം മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ സമ്പത്ത് അൽ മഅരിഫത്ത്, തിരിച്ചറിവാണ്. സത്യവും അസത്യവും കണ്ടാൽ തിരിച്ചറിയാം, രാവും പകലും കണ്ടാൽ തിരിച്ചറിയാം, മനുഷ്യനെയും മൃഗത്തെയും കണ്ടാൽ തിരിച്ചറിയാം, ഇസ്ലാമും ഇസ്ലാം അല്ലാത്തതും കണ്ടാൽ തിരിച്ചറിയാം, ഹറാമും ഹലാലും തിരിച്ചറിയാം. ഇങ്ങനെ ഒരു മനുഷ്യന് അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടുന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ സമ്പത്ത്. അത് ഉണ്ടാവുക എന്നതാണ് നമ്മളുടെ സമ്പന്നതയുടെ അടിസ്ഥാനം. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു എന്ന മുത്തുനബിയുടെ ഇഷ്ടനായ പുതിയാപ്പിള മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, റസൂലേ, എന്താണ് നിങ്ങളുടെ ചര്യ? അൻ സുന്നത്തിഹി എന്നാണ് ചര്യയെക്കുറിച്ച്. അൽ മഅരിഫത്തു റഅ്സു മാലി, എൻ്റെ സമ്പത്തിൻ്റെ അടിസ്ഥാനം തന്നെ തിരിച്ചറിവാണെന്ന്. ശിർക്ക്, തൗഹീദ്, സുന്നത്ത്, ബിദ്അത്ത്, തിന്നാൻ പറ്റണത് പറ്റാത്തത്, ഇങ്ങനെയൊക്കെ ഒറ്റ കാഴ്ചയിൽ തന്നെ നമുക്ക് വേർതിരിച്ച് അറിയാം. പക്ഷേ നമുക്കെത്ര സമ്പത്തുണ്ടായാലും ഈ സ്വഭാവം ഉണ്ടാകണമെങ്കിൽ കുറച്ചൊരു പട്ടിണി വരണം, അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഞാനൊരു കുറ്റം പറയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പാവപ്പെട്ടവനാണ് പലപ്പോഴും ഹലാലും ഹറാമും ഒക്കെ കുറച്ചുകൂടിയൊക്കെ നോക്കുക. കാരണം എന്തുണ്ടോ, അവന് ഏതായാലും പട്ടിണിയാണ്. ഇനി എന്തെങ്കിലും ഇടക്ക് തിന്നണത് ഹലാലുള്ളതായിക്കോട്ടെ, അതിനാൽ എന്തെങ്കിലും ഒരു ബർക്കത്ത് അള്ളാഹു തരികയാണെങ്കിലോ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? ഹറാമിൻ്റെ കാര്യത്തിലും അത്തരത്തിലുള്ള തിന്മകളുടെ കാര്യത്തിലുമൊക്കെ ഒരു വിധത്തിൽ മാറി നിൽക്കാൻ ശ്രമിക്കും. നിങ്ങൾ നോക്കി, എവിടെയെങ്കിലും ഒരു പെരുന്നാൾ പ്രോഗ്രാം അതുകൊണ്ട് റിക്കാ ഡാൻസ് വെച്ചോക്കട്ടെ, അവിടെ കാര്യമായി എത്തുക മുസ്ലിം സമൂഹത്തിലെ സമ്പന്നതയുടെ വീടുകളിൽ നിന്നുള്ള മക്കളാണ്. അവിടെ ടിക്കറ്റ് കൊടുത്ത് പോവുക. ടിക്കറ്റിനുള്ള പൈസ അല്ലാത്തവനും ലേറ്റ് അല്ല. അപ്പം വിചാരിക്കാൻ നേരം പാവപ്പെട്ട നോമ്പൊക്കെ നോറ്റ്, പാവപ്പെട്ട നോൽമ്പൊക്കെ തുറന്ന്, പാവപ്പെട്ട പെരുന്നാളൊക്കെ ആഘോഷിച്ച് പാവപ്പെട്ടവനായി നടന്ന് ഇനി അതിലൊരു ഇഴപ്പായി പോണ്ട എന്ന് വിചാരിച്ചിട്ട് അവനൊരു കുറച്ചൊരു സൂക്ഷ്മത പുലർത്തും. അപ്പൊ നമുക്ക് അടിയന്തിരമായി നമ്മുടെ മുസ്ലിം ഉമ്മത്തിന് ഇപ്പൊ വേണ്ട ഒരു സമ്പത്തുണ്ട്. അതെന്താണെന്നറിയോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള വിവേക ശക്തിയാണ്. വിവേകം, അല്ലേ? തീവ്രവാദം എന്താ, ഈമാൻ എന്താന്ന് തിരിച്ചറിയണില്ല. ഒരു KSRTC ബസ് സ്റ്റാൻഡിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ പോയി നോക്കിയപ്പോൾ അവൻ അവിടെ ഒരു കുറവ് കണ്ടത് ഒരു ബോംബിന്റെ കുറവാണ്. ഒരു ടയറിന്റെ കുറവാണെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടും, ഒരു വണ്ടി ഓട്ടാൻ. അവൻ അവിടെ ഒരു ബോംബിട്ട്, മുഫീസൽ ബസ് സ്റ്റാൻഡിൽ ഒരു ബോംബിട്ടു. അവൻ്റെ പേരെന്താ അറിയോ? ഹാലിം എന്നാണ്. ഹാലിം എന്ന് പറഞ്ഞാൽ വിവേകമുള്ളവൻ. അവൻ്റെ വിവേകമാണ് നമ്മൾ കണ്ടത്. നല്ലൊരു ചെറുപ്പക്കാരൻ. എന്തൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് യുവതലമുറ മനസ്സിലാക്കുക, നമുക്ക് ഏതാണ് നന്മ ഏതാണ് തിന്മ എന്ന് തിരിച്ചറിയാനുള്ള വലിയ സമ്പത്ത് മുത്തുനബിക്ക് ഉണ്ടായ ആ സമ്പത്ത് അടുത്ത തലമുറയായ നമ്മൾ അത് മുറുകെ പിടിക്കണം. നല്ലത് ഏത്, ചീത്ത ഏത്, നല്ല വഴിയേത്, തെറ്റായ വഴിയേത്, ഹറാമായതേത്, ഹലാലായതേത്, കച്ചവടാകട്ടെ മറ്റുള്ള ഏർപ്പാടാകട്ടെ ഹലാല് ഹറാമ്, വരുമാനാകട്ടെ ഹലാല് ഹറാമ്, ഇങ്ങനെ നോക്കാനുള്ള വേർതിരിവ് ആണ് വലിയ സമ്പന്നതയുടെ കൂട്ടത്തിൽ ഉള്ളത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ? ഗനി, സമ്പന്നത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഗിനൻ നഫ്സ് എന്നാണ്. നമ്മളുടെ മനസ്സുകൊണ്ട് ഐശ്വര്യമുള്ളതായി തീരുക. മനസ്സുകൊണ്ട് ഐശ്വര്യമുള്ളതായി തീരുക, അല്ലേ? ഇപ്പൊ വലിയ ഒരു വീട്ടിൽ നമ്മളൊരു വലിയ വീട് കയറ്റി, ആ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മളെ സോഫയിൽ കാലൊക്കെ കയറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോൾ ഒരു യത്തീംഖാനയുടെ പിരിവുമായി ഒരാൾ വന്നു. നമ്മളെ സമീപനം എങ്ങനെയാ അയാളോടുണ്ടാകുക? എങ്ങനെയാ? നോക്കൂ നിങ്ങൾ, നമുക്ക് അല്പം സമ്പത്തുണ്ടെങ്കിൽ നമ്മളുടെ ലക്ഷണം എങ്ങനെയാ? ലക്ഷണം എന്തേ പോകുന്നത്, എന്തിനാ പോകുന്നതെന്ന് തന്നെ അവന് മനസ്സിലാവില്ല.
അവ പറയണേ എന്തൊരെത്തിങ്ങാന കണ്ണൊക്കെ കുറച്ച് പൗതി അടച്ചിട്ട് ഹർത്താലിൻ്റെ അന്ന് പീടി തുറന്നറിയാ വർത്താൻ തന്നെ പറയാം. കുട്ടികൾ പഠിക്കണം. എവിടുത്തെ കുട്ടികൾ പഠിക്കണം? എന്നാലും 50 റുപ്യ എഴുതിക്കോ പറയും. 5 റുപ്യൻ്റെ മൂല്യം ഉണ്ടായിന് ഇല്ല. പീടിയെ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഒരാൾ റസീറ്റ് കയറ്റി ഓടുമ്പോൾ പൂളക്കച്ചവടം ചെയ്യണോ ഉന്തുകണ്ടിൻ്റെ മുമ്പെന്ന് ചോദിക്കുക, ഉസ്താദ് ഇതെന്താ? കുറച്ച് എത്തിയും കുട്ടികളുണ്ട്, ഒരു 10-100 ഓലങ്ങനെ പോറ്റാൻ വേണ്ടി ഇങ്ങനെ പാഞ്ഞി ഇറക്കാണ്. പഠിച്ചോൻ പോറ്റു. എന്നാലും 5 വക എഴുതിക്കോളി, ഒരു 10 റുപ്യ, 1000 റുപ്യൻ്റെ മൂല്യം ഉണ്ടത്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന അള്ളാഹു ഇത്രയൊക്കെ തന്നിട്ടും അത് എനിക്ക് തന്നിട്ടുണ്ട് എന്ന് തോന്നാതെ, എനിക്കിതൊന്നും ആയില്ല എന്ന് തോന്നാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ സമ്പന്നതയുള്ള അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരാളാണ് നമ്മളെങ്കിൽ ഒരാൾ വന്ന് ചോദിക്കുക എന്തൊക്കെയാ വിശേഷമൊക്കെ? അതിൻ്റെ വർത്താനം നമുക്ക് പറയാക്കുക, നല്ല വണ്ടി ഉണ്ട് ഒരു ഭാഗത്ത് അവിടെ വന്നിക്കണം. പിന്നെ ഇപ്പോൾ ഒന്ന് കുട്ടിൻ്റെ LKGക്ക് പോയതാണോ, എൻ്റെ ഫീസ് ഇപ്പോൾ അടുത്ത ആഴ്ച അടക്കണം, കൊടുക്കണം. പിന്നെ മകണ്ട് ദുബായിൽ നിന്ന് പുറപ്പെട്ടിക്കണം, അവൻ എത്തുമ്പോൾ തന്നെ എയർപോർട്ടിലേക്ക് പോയി കാണും, അവനെ കൊണ്ടുവരണം. എന്തൊക്കെ ഇടങ്ങാറാണ് റബ്ബേ, ഇതിങ്ങോട്ട് പറയണ ഒരു കേൾക്കും നമ്മളെ തൊള്ളിയിൽ. എന്താ ഒരു പാവപ്പെട്ടവൻ്റെ പുരയെ പോയി നോക്കി നിങ്ങൾ, എന്താ അബ്ദുറഹ്മാൻക? ഹോ അൽഹംദുലില്ലാ ഖൈർ, അസ്സലാമു അലൈക്കും. വേറൊന്നുമില്ല, 3 കാലേ ഉള്ളല്ലോ സ്റ്റൂളിന്. ആശാരി ഉണ്ടായി കൊടുത്തത് 4 ഒന്നും മുറിഞ്ഞതാ. പക്ഷെ എന്നാലും മനസ്സിൽ ഭയങ്കര സന്തോഷമായിരിക്കും, മനസ്സിൽ ഭയങ്കര സംതൃപ്തിയായിരിക്കും. എന്താ നിങ്ങളെ വിശേഷമൊക്കെ? സുഖം തന്നെ. മക്കളെ കാര്യം എന്തായി? മക്കളൊക്കെ അങ്ങനെ 4 പെരിയ കുത്തിർക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പഠിച്ചോൻ വിരിച്ചാക്കും, നമ്മളെ കുട്ടിയാക്കും. ഇങ്ങനെ കുറേ കല്യാണമൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുമ്പോൾ നമ്മളെ പഠിച്ചോൻ ഞമ്മക്കും എന്തെങ്കിലുമൊക്കെ വിരിച്ചാതെക്കുവോ? ഹേയ്, എന്തൊരു അള്ളാഹുവിലുള്ള വിശ്വാസത്തോടു കൂടിയാണ് പറയണത്. എന്താ നിങ്ങൾക്ക് അസുഖം? അള്ളാൻ്റെ വിധി കൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഹാർട്ടിന് 2 അറ്റാക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും 3ാമത്തെ ഒരു ചാൻസ് എല്ലാവർക്കും കൊടുക്കലുണ്ടല്ലോ. അള്ളാഹു തൗഫീഖാക്കാതെക്കൂല. എന്തൊരു ഹൃദ്യമായ സംസാരം, എന്തൊരു സന്തോഷം. നിങ്ങളെ കുടുംബത്തിൽ സമ്പത്തുള്ള വീടും സമ്പത്തില്ലാത്ത വീടും അല്ലേ? എവിടെ കയറി ചെന്നാലും നിങ്ങൾ കുറേ നേരം കുത്തിർക്കുക, പറയും, വേറൊന്നും വേണ്ട. എവിടെ ചെല്ലുമ്പോഴാ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുക? കാറൊക്കെ നിർത്തിയിട്ടാണ് ചെല്ലുമ്പോണ്ടല്ലോ, പടച്ച റബ്ബേ തലി കയ്യച്ച് മൂത്തമ്മി മൂത്താപ്പിയൊക്കെ ഉണ്ടാവും അവിടെ. കാറിൻ്റെ നിറം നോക്കാനും ടയറിൻ്റെ നോക്കാനും നമ്മളെ കഴിച്ചുമ്മ വണ്ടി ഓട്ടുമ്പോഴുള്ള സെൻറ്റിൻ്റെ മണം പിടിച്ചെടുക്കാനും എന്തൊരു സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് ഇരുത്തി ഉള്ള മുരിങ്ങിയും മാന്തുളൊക്കെ തന്ന് ഒരു കട്ടൻ ചായയൊക്കെ തന്ന് അവസാനം ഗേറ്റിങ് അവരെ പോന്ന് ആണ് കയറ്റി വിടുമ്പോൾ അവസാനം കഴിച്ചും പൊന്തിച്ച് നമുക്ക് തോന്നും പടച്ചോനെ ബലെ മാരിയൊക്കെ ആക്കിയാൽ മതിയായിരുന്നു. നമ്മളൊക്കെ ഒരു പുരയിൽ വന്നോക്കട്ടെ ഒരു മനുഷ്യൻ. ഇതാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത് കൊണ്ട് ഉണ്ട് എന്ന് തോന്നുക. അത് എത്രയാകട്ടെ എന്താകട്ടെ, സമ്പന്നത കൊണ്ട് സന്താനങ്ങളെ കൊണ്ട് ഒരു സമ്പത്താണ് അന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴും സമ്പത്തും സന്താനവും ഒരുമിപ്പിച്ച ഖുർആൻ പറയാം. അതിൽ വലിയ ഘടകമുണ്ട് അല്ലേ? നമുക്ക് ആൺകുട്ടികളെയും അതേപോലെ തന്നെ സമ്പത്തും ഒപ്പാണ് അല്ലേ? പെൺകുട്ടികളും ദാരിദ്ര്യവും അത് രണ്ടും ഇങ്ങനെ എന്തോ കെട്ടിയച്ച് വിട്ടമാരിയാന്നാ തോന്നുന്നത്. അതൊക്കെ മക്കളെ ഒക്കെ ആദ്യത്തിൽ ഇങ്ങനെ താലോലിച്ച് കൊണ്ടുനടക്കുമ്പോൾ ഒക്കെ തോന്നും. 4 ആൺകുട്ടികളുള്ള വാപ്പാനോട് ചോദിച്ചു നോക്കി, 4 പെൺകുട്ടികളുള്ള വാപ്പാനോട് ചോദിച്ചു നോക്കി. 4 ആൺകുട്ടികളുള്ള വാപ്പയും 4 പെൺകുട്ടികളുള്ള വാപ്പയും കൂടി തമ്മിൽ കണ്ടുമുട്ടി അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എങ്ങനെയുണ്ട് വിശേഷം? എൻ്റെ വർത്താനൊന്നും പറയണ്ട. 4 പെൺകുട്ടികളാണെങ്കിൽ അടങ്ങി ഒതുങ്ങി കുടി കുത്തിർക്കുമായിരുന്നു. ഇത് പോലീസ് സ്റ്റേഷനിലേക്ക് പോണ പണിയാ എനിക്ക്. 4 ആളും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചതാ. 4 പെൺകുട്ടികളെ വാപ്പ അപ്പോഴാ വിചാരിക്കണേ 4 ആൺകുട്ടികളായാ മതിയായിരുന്നു. നമ്മൾ വിചാരിക്കണ സമ്പത്തൊന്നുമല്ല പടച്ചോൻ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് മനസ്സിലാക്കുക, സമ്പത്തെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. മുത്തഫഖുൻ അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന വചനമാണ്. അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് സമ്പത്ത് അല്ലേ? നമ്മൾ പറയും ഞാൻ നയിച്ചുണ്ടാക്കിയതാ, ഞാൻ 25 കൊല്ലം പോയി നയിച്ചതാ. നയിച്ചു എന്ന് കരുതിയിട്ടൊന്നും ഉണ്ടാവില്ല. അള്ളാഹു എന്നാലും അധ്വാനിക്കണ്ടേ? അധ്വാനിക്കണം. സമ്പത്തെന്ന് പറയുന്നത് ഇസ്ലാമികമായി നമ്മളെ പഠിപ്പിക്കുന്നത് ഖൈർ തന്നെയാണ്. നമ്മളുടെ ഏകലോക ജീവിതത്തിന്റെ നിലനിൽപ്പിനും നമ്മളുടെ കാര്യങ്ങൾക്കുമൊക്കെ സമ്പത്ത് അനിവാര്യം തന്നെയാണ്. അതുകൊണ്ടല്ലേ ഖുർആൻ പ്രയോഗിച്ചത് സമ്പത്ത് എന്ന കാര്യത്തിന് അറബി പദമായി പ്രയോഗിച്ചത് ഖൈർ എന്ന വാക്കാണ്. ഖൈർ എന്ന് പറഞ്ഞാൽ ജസാകുമുല്ലാഹു ഖൈറ, അല്ലാഹു നിനക്ക് ഖൈർ തരട്ടെ എന്ന് പറയാറുണ്ട്. ഖൈറൻ അമലാ, നല്ല പ്രവർത്തനം എന്നും പറയാറുണ്ട്. ഖുർആൻ ഖൈറൻ അമല എന്ന് ഖൈറുൻ അമല എന്ന് പറഞ്ഞു. ഏറ്റവും നല്ല ആഗ്രഹം എന്നും പ്രയോഗിച്ചിട്ടുണ്ട്.
ഖൈർ എന്ന പദം തന്നെയാണ് ഖുർആൻ പറഞ്ഞു, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കാണിക്കുന്നവനാണ്. വ ഇന്നഹു അലാ ദാലിക ലശഹീദ്. അവൻ തന്നെയും ആ കാര്യത്തിന് ഈ ലോകത്ത് സാക്ഷി തന്നെയാണ്. അവൻ കാരണം ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. അവൻ സമ്പത്തിനെ അമിതമായി ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഖൈർ എന്ന് തന്നെയാണ് പ്രയോഗിച്ചത്. അല്ലാഹു തന്ന സമ്പത്ത് നമുക്ക് ഖൈറാകേണ്ടതാണ്. ഒരിക്കലും ഒരാൾക്ക് അതുകൊണ്ട് ഉപദ്രവമുണ്ടാകാൻ പാടില്ല. എനിക്ക് തന്നെയും ഉപദ്രവമാകാൻ പാടില്ല. എൻ്റെ ജ്യേഷ്ഠനും അതുകൊണ്ട് ഉപദ്രവമാകാൻ പാടില്ല. എനിക്ക് തന്ന സമ്പത്ത് കൊണ്ട് നാട്ടുകാര് പൊരവിറ്റ് പോകേണ്ടി വരാൻ പാടില്ല. എനിക്ക് തന്ന സമ്പത്ത് കൊണ്ട് വാപ്പ തറവാട്ടിന്നിറങ്ങിപ്പോകേണ്ടി വരരുത്. എനിക്ക് സമ്പത്ത് തന്നതുകൊണ്ട് എൻ്റെ ഭാര്യ ഇടയ്ക്കിടെ വീട് വിട്ടിറങ്ങിപ്പോകേണ്ടി വരരുത്. എനിക്ക് സമ്പത്ത് തന്നതുകൊണ്ട് അമ്മോശന്റെ ഊര വളഞ്ഞു പോകാനുള്ള വിധിയുണ്ടാകാൻ പാടില്ല. എൻ്റെ സമ്പത്ത് എനിക്കും എൻ്റെ സമൂഹത്തിനും എൻ്റെ കുടുംബത്തിനും എൻ്റെ നാട്ടുകാർക്കും ഉപകരിക്കുന്നതാകണം എന്ന് ചിന്തിക്കേണ്ടവരാണ്. അതിനാണ് അല്ലാഹു ഖൈർ പ്രദാനം ചെയ്തത്. അതിനാണ് അല്ലാഹു സമ്പത്ത് തന്നത്. ആ സമ്പത്താണ് സഹോദരന്മാരെ നമുക്ക് സമ്പന്നത നൽകുന്നത്. നമ്മളുടെ ആരുടെയും നന്മ കൊണ്ടാണ് സമ്പത്ത് തന്നതെന്ന് വിചാരിക്കണ്ട. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മയ്യശാ. അല്ലാഹു അവന്റെ കാരുണ്യത്തിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു പ്രത്യേകമാക്കി കൊടുക്കും. അതുകൊണ്ട് കിട്ടിയതാണ് കേട്ടോ. നമ്മളുടെയൊക്കെ നന്മ കൊണ്ടോ, നമ്മളുടെയൊക്കെ ഈമാനിന്റെ ശക്തി കൊണ്ടോ, നമ്മളുടെയൊക്കെ കുടുംബത്തിന്റെ തറവാടിന്റെ പേരുകൊണ്ടോ കിട്ടിയതല്ല. അല്ലാഹു പ്രത്യേകമായി റഹ്മത്ത് നൽകി പരീക്ഷിക്കുകയാണ്. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. അല്ലാഹു അങ്ങേയറ്റത്തെ മഹത്തായവനും അതുപോലെ ഔദാര്യം ചെയ്യുന്നവനുമാകുന്നു. നമ്മളൊക്കെ വിചാരിക്കും, ഞാനൊക്കെ ദീനനുസരിച്ച് ഇങ്ങനെ ഒക്കെ നടന്നുകൊണ്ട് 29 നോൽമ്പ് വെച്ച് 30 നോറ്റിക്കണേ. അതെന്തായാലും 30 ആ ഒരു മാസമൊന്നും നോക്കിയില്ല എന്ന് മനസ്സിനെ ഇറങ്ങാറാക്കാം ഓരോരെ അല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. 29 ഹൃദയേറ്റ് നോറ്റുള്ളൂ, ബാക്കിയൂടി നോൽക്കണം. 30 നോറ്റില്ലേ? കാരണം ഞങ്ങൾ പെരുന്നാളിനൊക്കെ ഒരുങ്ങി തുണിയും കുപ്പായ കാണിമ തൂക്കി വെച്ചപ്പോൾ ആ മാസം കണ്ടിട്ടില്ല. നാളെ 30 ആണല്ലോ, ആണ് നോറ്റോളി 30 അല്ലേ? അങ്ങനെയൊന്നുമല്ലല്ലോ സ്വാഗതം ചെയ്തത്. കാരണം അല്ലാഹു നൽകിയ ഔദാര്യത്തിന് നന്ദി കാണിക്കുന്നവരല്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അല്ലാഹു യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാ. അല്ലാഹു അവന്റെ ഔദാര്യമാകുന്ന സമ്പത്തിന്റെയും വിഭവത്തിന്റെയും കാര്യത്തിൽ അല്ലാഹു നമുക്ക് വിശാലമാക്കി ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും. വയഖ്ദിറു, അവൻ ചിലർക്ക് കണക്കാക്കുകയും ചെയ്യും. നമ്മൾ വലിയ കുറച്ചൊക്കെ ഉള്ളവൻ, നമ്മൾ മാഷ്, വലിയ കാരനോല് പ്രൊഫസർ, മൂന്നാമത്തവും കടലക്കച്ചവടം, വണ്ടി ഉന്തി ഇങ്ങനെ നടക്കുക അല്ലേ. നമ്മൾ അവൻ്റെ അടുത്ത് കടല വാങ്ങും, എന്നിട്ട് കായും കൊടുക്കൂല. നമ്മൾ വലിയ ആളാണ്. എന്നിട്ട് പറയും, ഇങ്ങനെ നടന്നിട്ടേ ഞങ്ങളൊക്കെ പഠിച്ചീന കാലത്ത് പഠിച്ചിട്ടെങ്കിൽ ഇങ്ങനെ തെണ്ടി അടക്കേണ്ടി വരുമോ? അല്ലാഹു പറയുന്നു, അല്ല, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ വിശാലമാക്കി കൊടുക്കും. ചിലർക്കോ അല്ലാഹു അത് ചുരുക്കി നിയന്ത്രിച്ച് നിർണയിച്ചു കൊടുക്കും. അതിലാരും നിങ്ങളാരും ഇടപെടണ്ട കേട്ടോ, നിങ്ങളാരും വിമർശിക്കണ്ട കേട്ടോ, നിങ്ങളാരും കുറ്റപ്പെടുത്തണ്ട കേട്ടോ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. മാളിക മുകളേറി നടക്കണോ എൻ്റെ ചുമലില് മാറാപ്പ് കയറ്റിയിട്ട് ഭിക്ഷ യാചിക്കാൻ തെണ്ടി നടക്കേണ്ട ഗതികേട്. ഇന്നലെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ, അയാള് ലോട്ടറി ടിക്കറ്റ് വിറ്റുകൊണ്ട് നടക്കുക. അദ്ദേഹമായിട്ട് ചോദിച്ചു, നിങ്ങളെ പേരെന്താ? അപ്പം അയാൾ പേര് പറഞ്ഞപ്പോൾ മുസ്ലിമാണ്. ഞാൻ ചോദിച്ചു, നമുക്ക് ഇങ്ങനെ ഒക്കെ നമുക്ക് പാടില്ലല്ലോ ലോട്ടറി. ഞാൻ വലിയ തറവാട്ടുകാരനായിരുന്നു, എൻ്റെ കുടുംബത്തിലൊക്കെ എല്ലാവർക്കും നല്ല ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറച്ചൊന്നുമില്ലാതെ ആയപ്പോൾ ഞാൻ പെരിയിലാർക്കും കണ്ടൂടാ, ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോന്നാണ്. എന്താ എനിക്ക് പറയാൻ കഴിയുക അയാളോട്? ബാക്കിയുള്ളവർക്കൊക്കെ കുറച്ച് പഠിച്ചോ കൊടുത്തിനു, എനിക്കും കുറച്ചൊക്കെ തന്നിനു. എൻ്റെ പൊരേക്ക് എൻ്റെ കുട്ടിയേക്ക് തിന്നാൻ കൊടുക്കാനൊക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷേ ആ പൊരയിൽ നിന്നിട്ട് എന്തോ ഒരു ശല്യം പോലെ ഓൽക്കൊക്കെ നമ്മൾ ആ കൂട്ടത്തിലായിപ്പോയതെന്തോ. അപ്പോൾ ഇറങ്ങിയൊരു വാടക പൊരയ്ക്ക് പോന്നാണ്. അന്ന് തൊഴിലൊന്നും എടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഇത്
വിറ്റോണ്ട് നടക്കുകയാണ്. ഇതെങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ പള്ളിക്ക് പോയപ്പോൾ ളുഹുർ കരിച്ച് വരികയാണ്. അല്ലേ, അയാൾക്ക് മനസ്സുകൊണ്ടുണ്ട്, കഴിയണില്ല, വേറെ ഏർപ്പാടില്ല. ഞാൻ പറഞ്ഞു വേറൊരു ഏർപ്പാട് നിങ്ങൾ നോക്കി പടച്ചോങ്ങൾക്ക് തരും. കയ്യും നിങ്ങൾ എന്തെങ്കിലും ചെറിയ ഈ ഹറാമായി ഈ മാർഗം വിട്ടിട്ട് വേറെന്തെങ്കിലും നോക്കി എന്ന് അദ്ദേഹത്തോട് ഒരു മകനെ പോലെ ഉപദേശിക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ നമ്മളെയൊക്കെ വീട്ടിൽ നിന്ന് നമ്മളെയൊക്കെ ഹുങ്കുകൊണ്ടും എനിക്ക് കുറച്ച് തന്നു എന്ന് വിചാരിച്ചിട്ട് മറ്റോൻ അള്ളയാണ് കൊടുക്കാത്തത്, ആ അള്ളയാണ് എനിക്ക് തന്നത് എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ സമ്പത്ത് കൊണ്ട് നാശം തന്നെ ഉണ്ടാകുക. മക്കൾക്കിടയിൽ പോലും അതുപോലത്തെ വ്യത്യാസങ്ങൾ കാണിക്കുന്നവരുണ്ട്. അല്ലേ, പെരുന്നാളിൻ്റെ അന്നൊക്കെ എല്ലാവർക്കും ചിലപ്പോൾ തിളങ്ങണ തുണിയും കുപ്പായൊന്നും ഇല്ലെങ്കിലും ഓലപ്പം കളിക്കണ്ട, അങ്ങോട്ട് പോന്നാ പന്നിപ്പനി വരും, ചിക്കൻ കുനിയ വരും, ഇങ്ങോട്ട് പോന്നാ ഓലപ്പം ഒന്ന് കളിച്ചണ്ട, ഓലെ മൂക്കട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അല്ലേ, ഓലൊക്കെ മാതിരി തന്നെയാണ് നമ്മളും ഒക്കെ, ആ പൊരേ തന്നെ നമ്മളൊക്കെ വളർന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സമ്പത്തിന്റെ കാര്യത്തിൽ ഇസ്ലാമികമായി സമ്പന്നത എന്ന് പറയുന്നത് ആരോഗ്യം കൊണ്ടുണ്ട്. ചിലപ്പോൾ മനസ്സിന്റെ കരുത്ത് കൊണ്ട് ആരോഗ്യമുള്ളവരുണ്ട്, വിദ്യാഭ്യാസത്തിന്റെ കരുത്തിലും ആരോഗ്യമുള്ളവരുണ്ട്. കോതമംഗലത്തിനടുത്ത് ഒരു ആദിവാസി കോളനി, 25 കിലോമീറ്റർ മല കയറിപ്പോയ ഒരു ആദിവാസി കോളനിന്ന് ഒരു ഹോമിയോ ഡോക്ടറും ഇപ്പോൾ MBBS ഡോക്ടറും ഒരു വീട്ടിൽ നിന്ന് 2 മക്കൾ. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ വരുന്ന ഡോക്ടർമാരൊക്കെ ഇവിടെ കാടാണ്, ഇവിടെ പൊന്തയാണ്, ആനയെ അറിഞ്ഞാണ്ട് വേഗം പോവും. അന്ന് തുടങ്ങിയതാ ഞങ്ങൾ ആഗ്രഹം, എന്തായാലും ഞങ്ങളെ നാട്ടിലുള്ളവർക്ക് പരിശോധിക്കാൻ ആൻ്റെ ഇടയിൽ ഞങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളെ അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങൾ പഠിച്ച് ഇന്ന് വരെ എത്തിയതാണ്. 1 ലക്ഷം ഉറുപ്പ്യ അച്ഛൻ കടത്തിലാണ്. എന്നാലും ഇവിടുത്തെ നാട്ടുകാരും ഒക്കെ സഹായിക്കുന്നുണ്ട്, നാടിന് വേണ്ടി സമർപ്പിക്കുന്നു. അതും ചിലപ്പോൾ ബുദ്ധിപരമായ ഒരു ധന്യതയാണ്, ചിലപ്പോൾ ആരോഗ്യം കൊണ്ടുണ്ടാകാം, സമ്പത്ത് കൊണ്ടുണ്ടാകാം, ദീനിന്റെ ഇൽമു കൊണ്ടും ഉണ്ടാകാം സമ്പത്ത്. ആശുപത്രിയിൽ നമ്മളൊക്കെ എത്തി, പൈസ ഉള്ളവരെത്തി, വില്ലടക്കാനുള്ളവരെത്തി, വണ്ടിയായിട്ട് ഇന്നോവ എത്തി, മറ്റേ കൊന്നോവ എത്തി, എല്ലാവരും എത്തി. ഒക്കെ അങ്ങനെ ബേജാറായി നടക്കുക. കൂട്ടത്തിലൊരളാപ്പണ്ട് കയറിയിരുന്നു, അസ്സലാമു അലൈക്കും, എന്താ അങ്ങനെ ആകപ്പാടെ ബേജാറായി കുത്തിർക്കണേ? ഓപ്പറേഷനാ, അലല്ലാ തവക്കൽത്തു അലല്ലാ, പടച്ചോനാണ് തീരുമാനിക്കുക. അള്ളാൻ്റെ അടുത്താ നിങ്ങൾ ദൂറിക്കരിച്ചിക്കണോ? ഇല്ല, ഞങ്ങൾ ദൂരമൊന്നും കരിച്ചിട്ടില്ല, അസറൊന്നും കരിച്ചിട്ടില്ലല്ലോ. നിങ്ങളൊക്കെ ഇങ്ങനെ ബേജാറായി കിടന്ന അയാൾ ഓപ്പറേഷൻ എല്ലാം കൂടി ഇതാകല്ലാതെ എന്താ കൊണ്ടൊക്കെ കാര്യം? ചെന്നുപോയി നിസ്കരിക്കി, പള്ളിക്ക് പോയി നിസ്കരിച്ചിട്ട് നമ്മൾ പറയാം അളാപ്പ വന്നുകൊണ്ട് മനസ്സിനൊരു സമാധാനം. മുമ്പരടുത്ത് ഒന്നുമില്ല, ഗീശിയിലൊന്നുമില്ല. പക്ഷേ വാക്കുകളെ കൊണ്ട് സമാധാനിപ്പിക്കുന്ന സമ്പന്നത ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന എത്രയോ എളാപ്പമാരും എത്രയോ മൂത്താപ്പമാരും എത്രയോ അയൽവാസികളും നമ്മളുടെ അടുക്കലുണ്ട്. എന്തെങ്കിലും ഒരു ക്യാമ്പോ ക്ലാസ്സോ ഒക്കെ ഉണ്ടെങ്കിലേ ബഹുമാന്യരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പോൾ സമ്പത്ത് കുറേ ആളുകൾക്ക് ചിലപ്പോൾ കിട്ടിക്കാണും, കുറേ ആൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അള്ളയാണ് തരുന്നത്. നമ്മൾ ആരും അധ്വാനിച്ചു എന്ന കാരണം കൊണ്ട് നമുക്ക് തരുന്നതല്ല, അള്ളാഹു തരുന്നതാണ്. അപ്പം അതുകൊണ്ട് നമ്മളെടുത്ത് അള്ള കുറച്ച് തന്നു, നമ്മളെ മറ്റവൻ്റെ അടുത്ത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ബാക്കി കുറച്ച് നമ്മൾ ചിലപ്പോൾ കൊടുക്കാനുള്ളതേക്കാരം. അതുകൊണ്ട് അതിൽ ഉച്ചനീചത്വങ്ങളോ അത്തരത്തിലുള്ള സംസാരങ്ങളോ അതുപോലെ തന്നെ ഇടിച്ചു താഴ്ത്തലുകളോ ഉണ്ടാകാൻ പാടില്ല. അല്ലേ, കുത്തുവാക്കുകളുടെ കാരണം ഖുർആൻ പറഞ്ഞ എന്താ? എങ്ങനെ സഹോദരന്മാരെ കുത്തുവാക്ക് പറയാ? കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇടിച്ചു താഴ്ത്തുന്നവർക്കാകുന്നു നാശം. അല്ലദീ ജമഅ മാലം വഅദ്ദദ. അങ്ങനെ പറയാനുള്ള കാരണം അവർക്കുള്ള ധൈര്യം അവരുടെ ഒരുമിച്ച് കൂട്ടിയ സമ്പത്ത് എണ്ണിക്കൊണ്ടിരിക്കുന്നത് തോന്നുന്നത് കൊണ്ടാണ്. സമ്പത്ത് ഇങ്ങനെ എണ്ണുമ്പോൾ അങ്ങനെ തോന്നണാണ്, എനിക്കിപ്പോൾ എന്താ ഓനൊന്ന് പറഞ്ഞൂടെ, അല്ലേ? സംസാരം അങ്ങനെ ആക്കിക്കൂടെ? നമ്മളെ വീട്ടിലുള്ള വാപ്പാക്ക് നമ്മളെ കൊണ്ട് വിഷമുണ്ടാകുന്നു, എന്താ ചെലവിന് നമ്മളാ കൊണ്ടുവരുന്നേ? അത് വീട്ടിൽ ഉള്ള സമീപനം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വാപ്പാൻ്റെ അനുജൻ വന്നിരിക്കുമ്പോൾ വാപ്പാ ഞാൻ വാടാ, അപ്പോൾ അളാപ്പ ചോദിക്കും ഓനായിരിക്കും ഇവിടെ ചെലവിന് തരുന്നില്ലേ? ആ, അതങ്ങനെ തന്നെ. അതൊന്നും അവിടെ കാണിക്കാൻ പാടില്ല. وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما. അവർ രണ്ടുപേരോ ഒരാളോ പ്രായമെത്തിക്കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ വലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോട് ചെയ്യുന്നു പോലും പറയാൻ പാടില്ല. ഖുർആൻ എവിടെയും നിർത്തുന്നില്ല, അവരോടുള്ള സമീപനം പറഞ്ഞു. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിൽ നിന്നുള്ള താഴ്മയുടെ ചിറക് നിങ്ങൾ കാട്ടിക്കൊടുക്കണം.
താഴ്ത്തിക്കൊടുക്കണം കേട്ടോ. വീട്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളാകും ചെയ്യുന്നത് എന്ന് കരുതിക്കൊണ്ട് നിങ്ങളവിടെ വലുതായിക്കൊണ്ട് താഴ്മയില്ലാത്തവരായി പോകാൻ പാടില്ല. കാരുണ്യത്തിൽ നിന്നുള്ള താഴ്മയുടെ ചിറക് താഴ്ത്തിക്കൊണ്ട് അവർക്ക് നിങ്ങൾ സാന്ത്വനങ്ങളും സമാധാന വാക്കുകളും കൊടുക്കണം. സമ്പത്ത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലാത്തതാണ്. സഹോദരന്മാരെ, എന്റെയും നിങ്ങളുടെയും കീശയിലും അക്കൗണ്ടിലും അതുപോലെ തന്നെ വീട്ടിലും ആധാരമായും പൊരയായുമുള്ള വീടുകളും സമ്പത്തും എന്താണെന്നോ ഖുർആൻ പറയുന്നു. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും ഒരു പരീക്ഷണമാണ്. വല്ലാഹു ഇൻദഹു അജ്റുൻ അലീം. അല്ലാഹുവിന്റെ അടുക്കൽ ഈ രണ്ട് കാര്യത്തിനും നിങ്ങൾ കാര്യമായി ശ്രദ്ധിച്ചാൽ, നിങ്ങൾ കാര്യമായി സൂക്ഷിച്ചാൽ അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് മഹത്തായ പ്രതിഫലമുണ്ട്. എന്തേ കാരണം? യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. ഇത്രയും ദിവസങ്ങൾ മുഴുവൻ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്കൊരുപാട് ഉപകാരങ്ങൾ ഉണ്ടായേക്കാം. പീടിയിൽ പോകാനും പൈസ കൊണ്ടുവരാനും സാധനങ്ങൾ കൊണ്ടുവരാനുമൊക്കെ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും ഒക്കെ ഉപകരിച്ചു എന്ന് വരാം. പക്ഷേ ഒരു ദിവസം സന്താനങ്ങളും നിങ്ങളുടെ സമ്പത്തും ഉപകരിക്കാത്ത ദിവസമാണ്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സമാധാനമടഞ്ഞ ആത്മാവുമായി സമ്പത്തിന്റെയും സന്താനങ്ങളുടെയും കാര്യത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടവരായ ആളുകൾ ഒഴികെ അവർക്ക് സമാധാനമാണ്. ഒരു പരീക്ഷണാണ്. നമ്മളെ 3 വയസ്സായ കുട്ടി ഒന്നും തിരിയില്ല എന്നാ ഞാനും നിങ്ങളും വിചാരിക്കണേ. ഒരു മനുഷ്യന്റെ 1350 ഗ്രാമോളമുള്ള തലച്ചോറ് സുപ്രധാനമായി വളരുന്നത് 6 മാസത്തിൻ്റെ 3 വയസ്സിൻ്റെ ഇടയിലുള്ള കാലയളവാണ്. ആ കാലയളവിൽ എന്താണോ കുട്ടി നമ്മളുടെ ജീവിതത്തിൽ നിന്നും നമ്മളുടെ വീട്ടിൽ നിന്നും അബ്സോർബ് ചെയ്യുന്നത്, അതാണ് 12ാമത്തെ വയസ്സ് മുതൽ അവൻ്റെ സ്വഭാവമായി നമുക്ക് തിരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം 2.5 വയസ്സിലൊക്കെ 2 വയസ്സിലൊക്കെ മടിയിലിരുത്തിങ്ങാണ്ട് സീരിയലും കണ്ട് ഉമ്മാരിങ്ങനെ ഇരുന്നിക്കണമെങ്കിൽ 15 വയസ്സാവുമ്പോൾ ആ സീരിയലത്തെ പ്രവൃത്തി അനുകരിച്ചിട്ട് 15-20 വയസ്സുകാരൻ്റെ കൂടെ ഒളിച്ചോടുമ്പോൾ അമ്മ മനസ്സിലായിക്കോളി 2.5 വയസ്സിൽ രാത്രി 9 മണിക്ക് മടിയിലിരുത്തി വെച്ച് കണ്ടീൻ്റെ ഫലമാണ് എന്ന് മനസ്സിലായിക്കോളി. ഒരു കുട്ടിയുടെ തലച്ചോറ് ഏറ്റവും കൂടുതൽ വളരുന്ന കാലമാണ് 6 മാസത്തിൻ്റെയും. അള്ള ജനിച്ച ഉടനെ കണ്ടില്ലേ നിങ്ങൾ ഇവിടെ താഴ്ന്ന് പൊന്തിന് അവിടെ ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ തലച്ചോറ് വളരെയാർന്ന തലച്ചോറിൻ്റെ അതിൻ്റെ മാംസോ അല്ലെങ്കിൽ അംശങ്ങളോ അതിൻ്റെ കോശങ്ങളോ വളരുക എന്നല്ല, അതിലെ എല്ലാം വളരുകയാണ്. ഒരു മനുഷ്യൻ്റെ ചിന്ത പോലും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. സമ്പത്തും സന്താനങ്ങളും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഒരു പരീക്ഷണമാണ്. 2 വയസ്സായ കുട്ടിനൊക്കെ നമ്മൾ മടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് 2 കണ്ണുക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയും നമ്മൾ, ഉപകാരപ്പെടുകയിക്കൂലേ മോനെ, ഉപകാരപ്പെടുകയും വളർത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സമ്പത്തും. 2 രൂപയും 3 രൂപയും 5 രൂപയും 10 രൂപയും 100 രൂപയും കയ്യിൽ പിടിച്ചു നോക്കിയിട്ട് ചോദിക്കണം, ഉപകാരപ്പെടുമായിരിക്കും, ഉപകാരപ്പെടട്ടെ. ഉപകാരപ്പെടുകയല്ലേ, പൈസയൊക്കെ കുറച്ചുണ്ട്. ഇത് രണ്ടും ഒരുപോലെ തന്നെയാണ്. മക്കൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ ഉപകാരപ്പെടാതിരിക്കുകയോ ചെയ്യാ. കീശയിലുള്ള പണം ഉപകാരപ്പെടുകയോ ഉപകാരപ്പെടാതിരിക്കുകയോ ചെയ്യാ. സമ്പത്തൊരു പരീക്ഷണമാണ്. ലോകത്തെ തന്നെ പരീക്ഷിക്കും. ഒരു വാപ്പാനിമാനിയല്ല, ലോകത്തെ പരീക്ഷിച്ചു അല്ലേ. ഒരു തെണ്ടി വന്നിട്ട് ചോദിക്കാറ് 50 പൈസ തരുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഫൈനാൻഷ്യൽ ക്രൈസിസാണ്. അവൻ ചോദിച്ചു എന്താ ഇതിന്? ഒന്നുമില്ല, സാമ്പത്തിക മാന്ദ്യം. അല്ലേ, ആരെ ബാധിച്ചോളൂ? നമ്മളെ നാട്ടിലെ പെട്ടിപ്പീടിയക്കാരന് എന്തോ പ്രശ്നമുണ്ടോ? പൂളക്കച്ചവടക്കാരനുണ്ടോ? മീൻ കച്ചവടക്കാരനുണ്ടോ? ഇല്ല. നമ്മളൊരു പരിധി നിന്നാണ് ഉയർന്നിട്ട് മനുഷ്യനോടും കൂടി മിണ്ടാതെ നടക്കണം. നമ്മളെയൊക്കെ ഇങ്ങനെ ബാധിക്കണം. എന്താ ഒന്നും മിണ്ടാത്ത ഞരമ്പില്ലേ? അല്ല, ഫൈനാൻഷ്യൽ ക്രൈസിസ്. എന്താ ഇതൊന്നും തിന്നില്ലേ? ഇല്ല, ഫൈനാൻഷ്യൽ ക്രൈസിസ്. എന്താ പുരയിലൊരു പുകയൊന്നും പൊന്താത്ത? ഫൈനാൻഷ്യൽ ക്രൈസിസാ. ഇപ്പം എന്താ വണ്ടിയിലൊന്നും പോണത് കാണാത്ത? പെട്രോൾ അടിക്കാൻ ഫൈനാൻഷ്യൽ ക്രൈസിസ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ലഖദ് സമിഅ അല്ല കേട്ടിരിക്കുകയാണ് ഖൗലല്ലദീന ഖാലു, പറഞ്ഞവരുടെ വാക്കുകൾ, ഇന്നല്ലാഹ ഫഖീറുൻ, അല്ലാഹു ദരിദ്രനാണെന്നും, നഹ്നു അഗ്നിയാഉ, ഞങ്ങൾ സമ്പന്നരാണെന്നും പറഞ്ഞ വാക്ക് അല്ല കേട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്മാർ
ദീനുമായി രംഗത്തെത്തിയപ്പോൾ ഉപദ്രവിക്കുകയും കൊല ചെയ്യുകയും ചെയ്ത സമുദായം പറഞ്ഞു, അല്ലാഹു പാവപ്പെട്ടവനാണ്, അതുകൊണ്ടല്ലേ പാവപ്പെട്ട പ്രവാചകന്മാരെ നാട്ടിലേക്ക് അയച്ചിട്ടുള്ളത്. ഞങ്ങളൊക്കെ മുതലാളിമാരല്ലേ, ഞങ്ങളോട് ദീനീ കാര്യങ്ങളൊക്കെ പറയാൻ മുതലാളിയായ പ്രവാചകന്മാരെയല്ലേ കേണ്ടത്. ഞങ്ങൾ ധനികനാണ്, അല്ലാഹു പാവപ്പെട്ടവനാണ്, അതുകൊണ്ടാണ് ദീൻ പഠിപ്പിക്കാൻ പാവപ്പെട്ട ആട്ടിടയന്മാരെയും മാട് നോക്കുന്നവനെയും പ്രവാചകന്മാരെയായി അയച്ചത്. അല്ല പറഞ്ഞു, അല്ലാഹു ധനികൻ, അല്ലാഹു ദരിദ്രനാണെന്നും നിങ്ങൾ ധനികനാണെന്നും പറഞ്ഞവരെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ തലമുറയൊക്കെ തന്നെ അതിൻ്റെ ഇരയാണ്. പൈസയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്തിട്ട് ഇത് ആരതാ മുതലെന്ന് മനസ്സിലായില്ല. എല്ലാവരും അടുത്തുണ്ട് മുതൽ, പക്ഷേ മുതലട കെട്ടിക്കിടന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, സമ്പത്ത് കൊണ്ടൊരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. ഒരു അലങ്കാരം പോലെയാണ്. ഈ അലങ്കാരത്തിന്റെ വെളിച്ചങ്ങളും ഈ ബൾബുകളും ഒക്കെ ഉണ്ടല്ലോ, 2 ക്ലാസ്സിന് വരുമ്പോൾ അലങ്കാരമായി തോന്നും. അത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും അലങ്കാരങ്ങളില്ല. നമ്മളെ വീട്ടിലൊക്കെ പുറത്തുനിന്നൊക്കെ ഉണ്ടാക്കിയ അലങ്കാരം ഒക്കെ ഉണ്ടാക്കിച്ചോളൂ, റോട്ടിൽ നിന്ന് കാണാൻ നല്ല പേരെയാ, ഉള്ളിൽ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് പിന്നെ നമ്മളെപ്പത്തെ റോഡ് മാരിയേക്കാരം അതങ്ങനെ കിടക്കും. പുറത്തൊക്കെ ഭയങ്കരമാക്കി ഉഷാറായിട്ട്, എന്നിട്ട് നമ്മളിങ്ങനെ പുറത്തിറങ്ങി നോക്കും, ബസ് പോണോൽ നോക്കണില്ലേ, ബസ് പോണോൽ നോക്കണില്ലേ, ബസ് പോണോൽ നോക്കണില്ലേ, ഇല്ല. കാരണം എന്താ, ഓനെ എന്നും ഇത് നോക്കണ പണിയാ, ഓന് വേറെന്തൊക്കെ ഉണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയാ, ഇഹലോകത്തിന്റെ അലങ്കാരം മാത്രമാണ്. അലങ്കാരങ്ങൾക്കൊരു പ്രത്യേക കാലാവധിയുണ്ട്. അത് വന്നതുപോലെ അങ്ങ് മങ്ങിപ്പോവുകയോ അതങ്ങ് വിട്ടേക്കുകയോ ചെയ്യുന്നതാണ്. പിന്നെ എന്താണോ അവശേഷിക്കുന്നത്, വൽ ബാഖിയാത്തുസ് സാലിഹാത്ത്, അവശേഷിക്കുന്ന നല്ലതായ അമലുകൾ, ഖൈറുൻ ഇൻദ റബ്ബിക്, നിന്റെ സിട്ടാവിന്റെ അടുക്കൽ ഏറ്റവും ഖൈറാണ്, സവാബൻ പ്രതിഫലം കൊണ്ട്, വ ഖൈറന അമലാ, ഏറ്റവും നല്ല വലിയ ഒരു പ്രതീക്ഷയും കൂടിയാകുന്നു അവ. നമ്മളുടെ മക്കളാകട്ടെ സമ്പത്താകട്ടെ അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അത് അലങ്കാരം കൂടിയാണ്. അലങ്കാരമായി കണ്ട് അത് വൃത്തികേടാകാതെ അലങ്കാരമാക്കി വെച്ചുകൊണ്ട് സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് പോയാൽ വലിയ ഒരു പ്രതീക്ഷയാണ് പരലോകത്ത് നൽകുന്നത്. മക്കളെ നന്നായി വളർത്തുക, സമ്പത്ത് നന്നായി കൈകാര്യം ചെയ്യുക. സമ്പത്തൊരു നിലനിൽപ്പ് തന്നെയാണ്. പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം, എത്താപ്പ പൈസ അങ്ങനെ ആരും പറയാനും പാടില്ല. കാരണം സമ്പത്തെന്ന് പറയുന്നത് ഇസ്ലാം നിലനിൽപ്പായി തന്നെ കാണുകയാണ്. നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ വിഡ്ഢികളെ ഏൽപ്പിക്കാൻ പാടില്ല. അല്ലതീ ജഅലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങൾക്ക് നിലനിൽപ്പായി കൊണ്ട് നൽകിയ സമ്പത്ത് നിങ്ങൾ അവിടെയും ഇവിടെയും കൊണ്ടുപോയി വിഡ്ഢികളായ ആളുകളുടെ അടുക്കൽ നിങ്ങളത് ഏൽപ്പിക്കാനും പാടില്ല. വിഡ്ഢികളായ ആളുകളെ നിങ്ങളെ പൈസ കൊണ്ടേ നിങ്ങൾ ഏൽപ്പിക്കരുത്. ഓരോ എന്തൊക്കെ ഇടപാടാന്ന് വരുന്ന നിങ്ങൾ പൈസ ഇല്ലായിട്ടല്ല, ഉള്ള പൈസ എന്ത് ചെയ്യുന്ന നിങ്ങൾ പേപ്പറിൽ ആരെങ്കിലും ഇങ്ങനെ കാണും, ഇപ്പോൾ നിങ്ങൾ 500 രൂപ മുടക്കിയാൽ 2 ദിവസം കൊണ്ട് 1000 ആക്കി തരാം. അപ്പോത്തിന് പായാണ് എല്ലാവരും കൂടി, അല്ലേ? ഒക്കെ റേഷനരിയും കൂടി വാങ്ങാതെ നമ്മളുള്ള പൈസ കൊണ്ട് സ്വർണം വാങ്ങിയിട്ട് ആ സ്വർണം ബാങ്ക് കൊണ്ടുപോയിട്ട് അതാരെങ്കിലും തുറന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് പിന്നെ ബാങ്കിന്റെ ഖുർആൻ ക്ലാസ്സിന് പോവുക എല്ലാ ഞായറാഴ്ചയും. എന്താ, സ്വർണം വെച്ചവരുടെ അടിയന്തര യോഗം ബാങ്കിന്റെ അടുത്തുള്ള സ്കൂളിൽ ചേരുന്നുണ്ട്. ചേലേമ്പ്രക്കാർ അങ്ങനെ പോവുക, എത്ര പോണ മുഴുവൻ നമ്മളെ കൗമ ഒക്കെ അരിയും കൂടി വാങ്ങാതെ ഉണ്ടാക്കി വെച്ച സ്വർണം ബാങ്കിൽ കൊണ്ടുപോയി വെച്ചിട്ട്, ബാങ്ക് കൊണ്ടുവച്ചാൽ എന്താ ഒന്നുമില്ല, ഞങ്ങൾ വലിയ മുതലാളിമാരാണ് കേട്ടോ, സ്വർണ്ണം 20 വേണ്ട ബാങ്കിൽ, 20 വേണ്ട ബാങ്കിൽ, 20 വേണ്ട ബാങ്കിൽ, 30 വേണ്ട ബാങ്കിൽ, അത് പറയാനും പറയിപ്പിച്ചിട്ട് എന്തേ കിട്ടിയേ ഒന്നുമില്ല. എന്നിട്ട് ബേജാറാകുകയാണ്, വെപ്രാളപ്പെടുകയാണ്. നമ്മളുടെ സമ്പത്ത് നമ്മളെവിടെയും എവിടെയും കൊണ്ട് നിക്ഷേപിക്കരുത്. ഏതെങ്കിലും തരത്തിലുള്ള ചിട്ടിക്കമ്പനികളോ ആരെങ്കിലും ഇരട്ടിപ്പിച്ചു തരുമെന്നോ പറഞ്ഞാൽ അവിടെയും കൊണ്ടത് നിക്ഷേപിക്കാൻ പാടില്ല. എന്തൊക്കെ ഏർപ്പാടാ നടക്കണ അറിയങ്ങൾ, സൗഹൃദ ബന്ധത്തെ ചൂഷണം ചെയ്യാൻ വേറെ ചില കമ്പനി, അല്ലേ? അങ്ങനെയില്ലേ? ചിലരൊക്കെ കാണും ഉസ്താദ്മാരോട് ഫത്വ ചോദിക്കണം. ഫത്വ എപ്പോഴാണ് ചോദിക്കുക നിങ്ങൾ? ആ കച്ചവടമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ലാഭമൊക്കെ കഴിച്ച് കിട്ടി അതൊക്കെ ചിലവായിട്ട് പിന്നെ അങ്ങനെ പാപ്പരായി കിടക്കുമ്പോഴാണ് ഫത്വ ചോദിക്കുക. അല്ല ഉസ്താദെ, ആ ഒരു സോപ്പ് ഇഞ്ചെടുത്ത് തന്ന് ആ സോപ്പ് വേറൊരുത്തന് 150 റുപ്യക്ക് വിൽക്കാൻ പറഞ്ഞ് ആ 150 റുപ്യക്ക് വേറൊരുത്തൻ വിറ്റാൽ ഓനോട് ആ സോപ്പ് വേറെ 150 റുപ്യക്ക് വേറൊരുത്തൻ. അപ്പോൾ ഞാൻ പറഞ്ഞ സോപ്പ് എന്തിനാത്?
അതിങ്ങനെ മറ്റൊരു 150 റുപ്യക്ക് ഇട്ടിട്ട് ആ 150 റുപ്യ വേറൊരു ഇത് തേക്കാനുള്ളതൊന്നുമല്ല. അല്ല, ഇതിങ്ങനെ ആംവേ ഇറക്കണാണ്. അത് 150 റുപ്യക്ക് ഇങ്ങനെ ചങ്ങായിമാർക്കൊക്കെ വിൽക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലെന്താ ഇത് നോക്കിയില്ല, പൊളിച്ചാൽ അതിൻ്റെ കായ് പോവും. അവിടെ പൊളിച്ചാതെ അങ്ങനെ മറ്റോനെ വിൽക്കുക. മറ്റോൻ അത് 150 റുപ്യക്ക് വിൽക്കുക. വിൽക്കുമ്പോൾ മറ്റോൻ്റെ അക്കൗണ്ടിക്ക് 10 റുപ്യ ചെല്ലും. അത് ഹറാമാണ് ഹലാലാണ്. അപ്പോൾ ഉസ്താദ് പറയും ഹറാമാണ്. അത് ഹറാമായിരുന്നു. എന്നാൽ അതുകൊണ്ടുണ്ടാക്കിയ കായ് ആയതുകൊണ്ടേ കാരണം എൻ്റെ മുഴുവൻ തൊലഞ്ഞു പോയത്. അവിടെ വരെ എത്തിയിട്ടാ ഫത്വയൊക്കെ ചോദിക്കുക. സമ്പത്ത് അങ്ങനെയൊന്നും നമുക്ക് പാടില്ല. അള്ളാഹു നിലനിൽപ്പാക്കി തന്നെന്ന് കരുതി നമുക്ക് സമ്പത്തുണ്ടാക്കാനുള്ള മാർഗങ്ങളുണ്ട്. സഹോദരന്മാരെ, അധ്വാനിക്കാതിരുന്നു കൊണ്ട് വാപ്പയുണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് ദൂർത്തടിച്ച് കഴിയുന്ന മക്കൾ നമ്മളുടെ താനാലൂരിലോ നമ്മളുടെ സമീപത്തോ താനൂരിലോ ഉണ്ടാകാൻ പാടില്ല. പൈസ വെറുതെ ഉണ്ടാവില്ല, അധ്വാനിക്കുമ്പോ തന്നെ അള്ളാഹ് തരിക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഭക്ഷണം എൻ്റെ ഈ പണിയായുധമാകുന്ന കുന്തത്തിന്റെ അടിവശത്താണ്. ഈ കുന്തത്തിന്റെ തണലിലാണ് എൻ്റെ റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ജോലി ചെയ്തും ഇതുകൊണ്ട് അധ്വാനിച്ചും ലഭ്യമാകുന്ന സമ്പത്താണ് എനിക്ക് സമ്പത്തായി ഉള്ളത്. അതാണ് ഞാൻ തിന്നുന്നത്. അവിടെയും ഇവിടെയും കാല് ഉറപ്പിച്ച് രാഷ്ട്രീയം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. നമ്മളങ്ങനെ ചെയ്യുന്നതല്ല. എന്നിട്ട് 1 മണിയാകുമ്പോൾ 12:20 ആകുമ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ പെരേക്ക് ചോറ് കഴിച്ചാൻ പോകും. അപ്പോൾ ആണുങ്ങൾ അങ്ങാടിയിൽ നിന്ന് ആളുകൾ ചോദിക്കും, അല്ല ഇങ്ങനെ ഈ പുരയിൽ ഇങ്ങനെ ഇവിടെ കാലും പറപ്പിച്ചിരുന്നിട്ട് എനിക്ക് ചോറും കഞ്ഞിയൊക്കെ അങ്ങനെ പടച്ചോ ഇങ്ങനെ തരികയല്ലേ? പടച്ചോ അങ്ങനെ തരൂല. പെണ്ണുങ്ങൾ ആങ്ങളിനോട് പോയി ഇറക്കുക. മൂപ്പരൊരു ബസ്സിന് പറ്റൂല. രാവിലെ 9 മണിയായ ഒരു വെള്ള കുപ്പായിട്ട് കണ്ട് അങ്ങാടിക്ക് ഇറങ്ങും. രാഷ്ട്രീയം പറഞ്ഞാൽ അങ്ങനെ കുത്തിർക്കും. ഉച്ചക്ക് 1 മണിയാകുമ്പോൾ ചോറിന് വരും. 4 മണിയാകുമ്പോൾ ചായക്ക് വരും. 9 മണിയാകുമ്പോൾ ഏതായാലും ആയില്ല, ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. എവിടെയെങ്കിലും വെടി പറഞ്ഞിരുന്ന് നമ്മൾ വലിയ വെടിക്കാരാണെന്നോ സംസാരക്കാരാണെന്നോ പറഞ്ഞ് ധരിപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് വീട്ടിലേക്ക് ചെലവ് ചെല്ലും എന്ന് കരുതി അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് ഇരിക്കാനും പറഞ്ഞില്ല. പക്ഷി ഭക്ഷണത്തിന് അള്ളാഹുവിൽ തവക്കുലാക്കുന്നത് പോലെ നിങ്ങളും തവക്കുലാക്കണം എന്നാണ് പഠിപ്പിച്ചത്. പ്രിയപ്പെട്ട മക്കളോട് പറയുന്നു, പ്രിയപ്പെട്ട പൊന്നോമന മക്കളോട് പറയുന്നു, നമ്മളുടെ ആവശ്യങ്ങൾക്ക് പകുതിയൊക്കെ നമ്മളും ഉണ്ടാക്കണം. മുമ്പ് കാലത്തൊക്കെ സ്കൂളിൻ്റെ അവധിക്കൊക്കെ കാണാം ചെറിയ ചെറിയ പൂളക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ പീടിയ, മറച്ചട്ടി പീടിയ അല്ലേ, 2 മുട്ടായി കച്ചവടമൊക്കെ 50 പൈസക്ക് വിൽക്കും. എന്നിട്ട് 15 റുപ്യ ലാഭം ഉണ്ടാക്കും. അതുകൊണ്ട് നോട്ടുക്ക് വാങ്ങും. അതോർത്തൊക്കെ പഠനം ഉണ്ടല്ലോ, അതൊക്കെ ഒരു പഠനമായിരുന്നു. വീട്ടിക്ക് എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യണം, നമ്മളുടേതായ ഉത്തരവാദിത്തങ്ങളും ഉണ്ടാകണം. ഗൾഫിലല്ലേ, അധ്വാനിക്കുകയല്ലേ, ഇവിടെ അങ്ങനെ ഇരുന്നാ പോരെ എന്ന് വിചാരിക്കാനും പാടില്ല. ചിലക്കൽ അങ്ങനെയാ. മോനെ വാപ്പ എവിടെ? വാപ്പ ഗൾഫിലാ. ഒന്നുമില്ല, നമ്മളെ ആക്സിലേറ്ററിന്റെ ഒച്ച കേട്ടപ്പോൾ ചോദിച്ചതാ വണ്ടിന്റെ. അപ്പോളാ നാട്ടുകാർ ചോദിച്ച എൻ്റെ വാപ്പ എവിടെയാണ്? അപ്പോളാ പറഞ്ഞ് ഗൾഫിലാണ്. വാപ്പ ഗൾഫിൽ എന്താ പണി? വാപ്പ റിയാദിലാണ്. അവിടെ ഒരു റിയാലിന്റെ മരത്തിന്റെ ചോട്ടിലാ വാപ്പ. രാവിലെ അതൊക്കെ പൊറുക്കിയാണ്ട് ഒരു പാക്കറ്റിലിട്ട് അയച്ചു തരും. അതാ വാപ്പാക്ക് പണി. അങ്ങനെ ഇവിടെ പറഞ്ഞു കൊടുക്കുക. ഏതെങ്കിലും ഒരു അറബിന്റെ കാർമ്മചാരി എന്നൊരു ഫോട്ടോ അയച്ചു കൊടുക്കും. പോരെ മകന് അധ്വാനിക്കണേ, ആ വിയർപ്പൊക്കെ ഒന്നുകൊണ്ട് അയച്ചു കൊടുക്കുന്നതോട് മനസ്സിലാക്കട്ടെ. സഹോദരിമാരും ഒന്ന് മനസ്സിലാക്കി. ഗൾഫിന്റെ പളക്കൊഴുപ്പിൽ പലപ്പോഴും അധ്വാനിക്കുന്ന യന്ത്രങ്ങളെ നമ്മൾ മറക്കുകയാണ്. സമ്പന്നതയുണ്ടാകുന്നത് വെറുതെ ഉണ്ടായതല്ല, നടന്നു പോകാൻ കഴിഞ്ഞിട്ടല്ല. ചൂടിലൂടെ 58 ഡിഗ്രി ചൂടിലൂടെ നടന്ന് 15 റിയാലിന് ടാക്സി പിടിക്കാതെ മക്കളെ പോറ്റാനും ഭാര്യയെ പോറ്റാനും കഷ്ടപ്പെടുന്ന പ്രവാസി എന്ന പ്രയാസം അനുഭവിക്കുന്ന ദരിദ്രവാസിയായി പിന്നീട് മാറി. ആർക്കും കണ്ടാൽ അറപ്പും വെറുപ്പും തോന്നി മുടികൊഴിഞ്ഞ് രോഗബാധിതനായി ആശുപത്രിയിലേക്ക് തണ്ടി നടക്കുന്ന കുടുംബക്കാരാണ് നമുക്കെല്ലാവർക്കുമുള്ളത്. മറന്നു പോകാൻ പാടില്ല. സമ്പത്തുണ്ടാകുന്നത് എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും അധ്വാനിക്കുന്നവരാണ്. ഭാര്യമാരെ, നമ്മളും വീട്ടിൽ കഴിയാവുന്നത് ചെയ്യുക. 112 വയസ്സുള്ളൊരു ഉമ്മ മരിച്ച വീട്ടിൽ ചെന്നാലുള്ള ഭാഗ്യം ലഭിച്ചു. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ മകൻ കരിയാ. മോനോട് ചോദിച്ചു, എന്തേനും മോനെ? ഒന്നുമില്ല, എൻ്റെ അമ്മ ചോറിന് വിളിച്ചാൽ ചോറ് തിന്നണീൻ്റെ മുമ്പ് പുറത്തിറങ്ങിയിട്ട് 2 പ്ലാവിൻ്റെ ഇല മുറ്റത്തുനിന്ന് പൊറുക്കിയിട്ട് പുറത്ത് കെട്ടിട്ടാണ് ചോറ് വയ്ക്കാൻ വരിക. ഉമ്മനോട് പറയും, ഉമ്മ നിങ്ങളും പോരി ചോറ് വയ്ക്കാന്ന് പറഞ്ഞാൽ മോനെ എന്തെങ്കിലും ഒരു പണിയെടുക്കാതെ എങ്ങനെ ഈ ദുനിയാവുന്ന എന്തെങ്കിലും തിന്നണത്? രാവിലെ ചായക്ക് വിളിച്ചാൽ അമ്മ ചായക്ക് വരുന്നതിൻ്റെ മുമ്പ് മെല്ലെ മുറ്റത്തേക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ. മുറ്റത്തുനിന്ന് എന്തെങ്കിലും ഒരു വിറകിൻ്റെ കഷ്ണം അടുപ്പിൽ വെക്കാനുള്ളത് എടുത്ത് അടുക്കളയിൽ കൊടുന്ന് വെച്ചിട്ടേ ചായക്ക് ഇരിക്കുള്ളൂ. എന്തെങ്കിലും ഒരു പണി ചെയ്യാതെ എങ്ങനെയാണ് ഇവിടെ തിന്നുക? അത് തിന്നാൽ ഹലാലാവുമോ എന്ന് പേടിച്ചിട്ട്. അത്രയും അധ്വാന ബോധമുള്ള തലമുറ കഴിഞ്ഞുപോയി.
അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഫഇദാ ഫറഗത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. നിങ്ങൾ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ വേർപിരിഞ്ഞാൽ, ഒന്നിൽ നിന്ന് നിങ്ങൾ വിരമിച്ചാൽ അടുത്ത ഒന്നിലേക്ക് നിങ്ങൾ ധൃതിപ്പെടേണ്ടതുണ്ട്. ഈ ലോകം കഷ്ടപ്പാടിൻ്റേത് തന്നെയാണ്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, പ്രയാസത്തോടൊപ്പമാണ് എളുപ്പം. പ്രയാസത്തോടൊപ്പമാണ് എളുപ്പം. അല്പം പ്രയാസം സഹിക്കുക, പിന്നീട് നമുക്ക് എളുപ്പം അല്ലാഹു കൊണ്ടുവന്ന് തരുവാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും നല്ല ഭക്ഷണം സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണമാണ്. നമ്മളൊക്കെ ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ എന്തോ ഒരു രസായനറിയങ്ങൾ അല്ലേ? ഭാര്യ ഉണ്ടാക്കി തരുമ്പോൾ നമ്മക്കാർക്കും പുറുസത്താവില്ല. അത് നമ്മൾ പറയും, എന്തോ ഒരു മുളക് ഏറുണ്ടല്ലോ. ഭാര്യ പറയും, മുളകല്ല മനുഷ്യ, ഏറെ മഞ്ഞളാ, അന്ന് എന്തെങ്കിലും ഒന്ന് ഏറുണ്ട്, എന്താന്ന് തന്നെ തിരിയില്ല. എന്നാലും എന്തെങ്കിലും ഒന്ന് പറയാൻ. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ടൊരു ചായറ്റ ഉണ്ടാക്കി കൊടുത്താൽ ഭാര്യ പറയും, നിങ്ങളെന്താ ഓലക്കൊടി അടുപ്പിൽ വെക്കണീൻ്റെ മുകളിലാണ് വെച്ച്, എന്തായിരുന്നു ഓലക്കൊടിൻ്റെ ഭയങ്കര ചൊയ അല്ലേ? ഇതിൽ ചായപ്പൊടി നിങ്ങൾ ഇട്ടില്ലേ, ഇട്ടു. എന്നിട്ട് എന്താ ചായപ്പൊടി മോയിൽ തന്നെ പൊങ്ങി കിടക്കണ, ചൂടാക്കിയിട്ടില്ലായിരുന്നു. ആ ചൂടാക്കിയാണ്ട് ഞാൻ പിന്നെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പോയി, അപ്പോൾ അതിന് തണുത്തു, പിന്നെ ഞാനതിൽ പൊടിയിട്ടു. നമ്മൾ തന്നെ കുടിച്ചേണ്ടി വരും. പക്ഷേ നോക്കൂ നിങ്ങൾ, മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വീട്ടിലുള്ള വിഭവങ്ങളെ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം എന്നല്ല സൂചിപ്പിച്ചത്, നമ്മളുടെ കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയത് കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ലത്. നമ്മളൊക്കെ കുറച്ച് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാൻ, ഒരു 10 റുപ്യൻ്റെ മത്തിയെങ്കിലും പൊരയിൽ കൊണ്ടുപോയി കൊടുക്കണം. നമ്മളെന്ത് ചെയ്യുന്നറിയോ? 10 റുപ്യൻ്റെ മീൻ വാങ്ങും, 20 റുപ്യൻ്റെ റീചാർജും ചെയ്യും, 45 റുപ്യക്ക് ഓട്ടോറിക്ഷക്കും പോകും. പിന്നെ എങ്ങനെ നമുക്കൊക്കെ ധന്യത വരിക? ദാരിദ്ര്യമല്ലേ വരുള്ളൂ. പെരീക്കെത്തിയത് 10 റുപ്യൻ്റെ മീനാ, അത് തന്നെ ഓട്ടോറിക്ഷയിൽ മറന്നും വെച്ചാണ് അല്ലേ? പിന്നെ എങ്ങനെ വരും? അതുകൊണ്ട് എല്ലാറ്റിനും ഒരു മാറ്റം ഉണ്ടാകണം. പരമാവധി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമ്പത്ത് കാർമേഘം പോലെയാണ്. അതുകൊണ്ട് നമ്മൾ ആരും അഹങ്കരിക്കാൻ പാടില്ല. താനാളൂരിനെയും താനൂരിലെയും മുകളിലെ മേഘം നോക്കിക്കൊണ്ട് ഇന്നിവിടെ പെയ്യാനുള്ള മഴയാണെന്നാരും വിചാരിക്കാറില്ല. അത് ചിലപ്പോൾ അങ്ങോട്ട് നീങ്ങും, ചിലപ്പോൾ ഇങ്ങോട്ട് നീങ്ങും. അതുപോലെ സമ്പത്തൊരു കാർമേഘം പോലെയാണ്. ജനിച്ചു വരുമ്പോൾ 2 കൈയും ചുരുട്ടിപ്പിടിച്ചു വരുന്ന മനുഷ്യൻ മരിക്കുമ്പോഴതാ 2 കൈയും നിവർത്തി വെച്ച് ഉടുതുണിക്ക് പോലും അവകാശപ്പെടാനില്ലാതെ നാട്ടുകാർ പതപ്പിച്ച 3 തുണിയുമായി അതാ പോകുന്നു അല്ലേ? ഉണ്ടായിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല, വിരലൊന്നുമില്ല, പെരൻ്റെ ഉള്ളിൽ തന്നെ കുത്തിറക്കലാണ്. അവിടെ കുളമുണ്ട്, അവിടെ തന്നെ ഊഞ്ഞാലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് മയ്യത്ത് ഇവിടുന്ന് കൊണ്ടോണം ആവാം, മൂപ്പരോടൊന്ന് ചോദിച്ചോക്കാണി. അപ്പോൾ ഇനി എങ്ങനെ മൂപ്പർ ചോദിച്ച മരിച്ചിക്കണല്ലോ, എന്നാലും ഒന്ന് ചോദിച്ചു നോക്കി, കൊണ്ടോണ്ടി വരൂല അല്ലേ? പള്ളിക്കും പോരല്ല, മദ്രസക്കും ഒന്നും ദീനൊന്നും വേണമെന്നില്ല, ഒക്കെ അങ്ങനെ ഇവിടെ കുത്തിർന്ന് ഇവിടെ തന്നെ ഉണ്ടല്ലോ സ്വർഗ്ഗം. ഇനി എന്തിനാന്ന് വിചാരിച്ച് കുത്തിർക്കായനോ? ഒന്നും കൂടി ഒന്ന് ചോദിച്ചോക്കാണി, എടുക്കേണ്ടി വരുമോ എന്നുള്ളത്. ചിലപ്പോൾ എടുക്കേണ്ടി വരില്ല, ഇവിടെ തന്നെ അങ്ങനെ ഈ തൊട്ടിൽ ആട്ടി വെച്ചാൽ മതിയോ? ഒന്ന് ചോദിച്ചു നോക്കി. ഇല്ല, ചോദിച്ചിട്ട് കാര്യമില്ല, മറുപടിയില്ല. അല്ലാഹുവാണ് ഈ ലോകത്ത് സൃഷ്ടിച്ചത്. ഇവിടെ നിന്ന് പോകേണ്ട സമയം വരുമ്പോൾ പോവുകയും ചെയ്യണം. അഹങ്കാരം നമുക്ക് പാടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഏറ്റവും വലിയ സമ്പന്നനാരാ? സമ്പത്ത് കൊണ്ട് നമ്മളാരും അഹങ്കരിക്കാൻ പാടില്ല. ചന്ദ്രനിൽ വരെ സ്ഥലമെടുത്ത് കുത്തിരിക്കുക, ചന്ദ്രനിൽ വരെ സ്ഥലമൊക്കെ റെഡിയാക്കിയിട്ട് കുത്തിരിക്കുകയാണ്. എന്താണ് ഉപകരിക്കുക? എവിടേക്കാ അല്ലേ? നമ്മളിപ്പോൾ ഈ ഇരിക്കണ കൂട്ടത്തിൽ ഒരു 90% ആൾക്കാരും തിരിച്ചുള്ള നടത്തം തുടങ്ങി. വിവരം അറിഞ്ഞിക്കണം നിങ്ങളും ഞാനും. ശരാശരി ആയുസ് 50, ഏറിയെന്നാൽ 55, ഇനി പോട്ടെ 60, 30 കഴിഞ്ഞാൽ തിരിച്ചുള്ള നടത്തം തുടങ്ങി. അവിടത്തെ നടന്ന് ഇങ്ങോട്ട് പോരുക. ഇനി കുറച്ചുള്ളൂ, ഇനി മഹല്ലിക്ക് ഒരു 1.25 കിലോമീറ്റർ ദൂരെ ആകെ നടക്കേണ്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പഠിച്ചോണ്ട് ഔദാര്യ. അതുകൊണ്ട് അഹങ്കരിക്കാനില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, അംബാനിമാരെ കൂട്ടത്തിൽപ്പെടും, ബ്രൂണേമാരും അക്കൂട്ടത്തിൽപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പ്രമാണിമാരും ഞാനും നിങ്ങളും ഒക്കെ എല്ലാവരും ഉൾപ്പെടെയുള്ളവരോട് പറയുന്നു, അൻതുമുൽ ഫുഖറാ, നിങ്ങളിവിടെ ദരിദ്രന്മാരാണ് കേട്ടോ. ഇലല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കലേക്ക്. അതുകൊണ്ടാണ് കയ്യുയർത്തി ദുആ ഇരക്കുന്നത്, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ മുമ്പിൽ ചോദിക്കുന്നത്, അതുകൊണ്ടാണ് അല്ലാഹുവിനോട് ദുആ ഇരക്കുന്നത്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ ദരിദ്രരാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്,
അപ്പോൾ സമ്പന്നനാരാ? അല്ലാ. നമ്മളൊക്കെ സ്ഥലത്തിന്റെ സ്ഥലം നമ്മളതല്ലേ ആണ്. ആധാരല്ലേ നമ്മളെ കയ്യിലുള്ളൂ. അടിയാധാരം എടുത്താ അള്ളാന്റെ അടുത്ത്. മലപ്പുറം ജില്ല കുൽക്കാൻ അള്ളാഹ്ക്ക് ജില്ലാ കളക്ടറോട് ചോദിക്കണോ? കോഴിക്കോട് ജില്ല കുൽക്കാൻ ജില്ലാ കളക്ടറോട് ചോദിക്കണോ? കേരളം കുൽക്കാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കണോ? വേണോ? സഹോദരന്മാരെ, നമ്മുടെ സംവിധാനവും സാഹചര്യമൊക്കെ എവിടെ? ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അപ്രത്യക്ഷനായിട്ട് 22 മണിക്കൂറിന് എന്താ സംഭവിച്ചത് എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. വീഴ്ചയല്ല, നമുക്കത്രേ കയ്യുള്ളൂ. എത്രയെത്തിയാലും അത്രയാണ്. ചന്ദ്രനിൽ വെള്ളമുണ്ടോ എന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കെ സ്വന്തം നാട്ടിൽ ഒരു മുഖ്യമന്ത്രി ഒരു വശത്തേക്ക് താഴ്ന്നിറങ്ങിടിച്ച് തകർന്നിട്ട് പോലും എന്ത് സംഭവിച്ചു എന്നറിയാൻ നമ്മളുടെ സംവിധാനങ്ങളെ കൊണ്ട് അല്ലാഹു നമുക്കാക്കി തരുന്നില്ല. നമ്മൾ അല്ലാഹുവിനോട് എല്ലാവരും, പാർട്ടിയുള്ളവരും പാർട്ടിയില്ലാത്തവരും ഒക്കെ TV ചാനലുകളിൽ ഇംഗ്ലീഷിൽ ഒരു ഔട്ട്ലൈൻ വന്നിരുന്നു, പ്രേ ഫോർ ഹിം, പ്രേ ഫോർ ഹിം, പ്രേ ഫോർ ഹിം. എല്ലാവർക്കും ഈ വചനം മാത്രമേ ഉള്ളൂ. അതിൻ്റെ നേർക്ക് ആളുകളെ പേരിൽ വ്യത്യാസമുണ്ട്. സോണിയ, മൻമോഹൻ, അതുപോലെ ഓരോരുത്തരുടെ പേരിൽ വ്യത്യാസമുണ്ട്. പ്രേ ഫോർ ഹിം, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ പറയാൻ കഴിഞ്ഞുള്ളൂ. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ എത്ര മുതലാളിമാരായാലും ശരി, എൻ്റെ കണ്ണിൽ നിങ്ങൾ ദരിദ്രരാണ്, ഞാനാണ് ഈ ലോകത്തിൻ്റെ സമ്പന്നൻ. അല്ലാഹു പറഞ്ഞു, ലാ തംശീ ഫിൽ അർളി മറഹ, നിങ്ങൾ ഈ ഭൂമിയിൽ അഹങ്കാരികളായി നടക്കരുത്. ഉമ്മത്തെ നമ്മളോടാണ് പറഞ്ഞത്. വിദ്യാഭ്യാസം കൊണ്ട് ധന്യതയുള്ളവനുണ്ട്, ശരീരം കൊണ്ട് ധന്യതയുള്ളവനുണ്ട്, സമ്പത്ത് കൊണ്ട് ധന്യതയുള്ളവരുണ്ട്. ആരും അഹങ്കരിക്കാൻ പാടില്ല. വിദ്യാഭ്യാസം മറ്റൊരാൾക്ക് കിട്ടാനുള്ള കാരണമാകണം. നമ്മൾ അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളവനാണ് നമ്മളെ കുടുംബത്തിലെങ്കിൽ എല്ലാവരോടും, മോനെ ഇങ്ങനെ ഒരു പരീക്ഷ ഉണ്ട് കേട്ടോ, ഒന്ന് എഴുതി വെക്കണേ. SLCക്ക് പോയിട്ടില്ല? ഇല്ല. ഈ ദീൻ പഠിച്ചിട്ടില്ല? ഇല്ല. മദ്രസ പോയി പഠിച്ചിട്ടില്ല? എന്നാ ഒന്ന് പഠിക്കണം, ഞാൻ എന്നാല് കുറച്ച് പുസ്തകം കൊടുന്നു കേട്ടോ. അങ്ങനെ വിജ്ഞാനമുള്ളവൻ അഹങ്കാരിയാകാതെ വിജ്ഞാനമുള്ളവർക്ക് സമ്പത്ത് കൊടുക്കാൻ കഴിയണം. ആരോഗ്യം കൊണ്ട് സമ്പത്തുള്ളവനുണ്ട്. ആവശ്യമാകുമ്പോൾ കുടുംബങ്ങൾക്ക് സഹായങ്ങളും നാടിനുള്ള സഹായങ്ങളും അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സമ്പത്ത് കൊള്ളുണ്ടവരുണ്ട്. എന്താണോ ചെയ്യേണ്ടത് ഞാൻ അങ്ങോട്ട് ചെയ്യുക, നിങ്ങളൊക്കെ ആരോഗ്യം കൊണ്ട് ചെയ്യല്ലേ. ഒരു ഭാഗത്തതാ കുഞ്ഞുങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുകയാണ്, സ്കോഡ് വർക്ക് നടത്തുകയാണ്, ദഅവത്തിനുള്ള സാഹചര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഒരു വീട്ടിലുള്ള മനുഷ്യൻ ചോദിച്ചു, മക്കളെ നിങ്ങളൊക്കെ ഏതാണ് മക്കള്? അത് ചോദിച്ചപ്പോൾ അയാളോട് പേര് പറഞ്ഞപ്പോൾ പറഞ്ഞു, എത്ര പോക്കിരിമാരായ, എത്രയോ വൃത്തികെട്ട തറവാട്ടിൽ നിന്നുള്ള മക്കളാണല്ലോ നിങ്ങളൊക്കെ ഇത്ര നല്ലവരായി തീർന്ന വിവരം എനിക്കറിയില്ല. നിങ്ങൾ എന്താണോ പ്രയത്നിക്കുന്നത്? ഒരു പറഞ്ഞു, ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ ഒരു പ്രഭാഷണം വെച്ചിട്ടുണ്ട്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ. ആർക്കാ? ചോദിച്ചാൽ ആർക്കാ? ഒന്നുമില്ല, മുസ്ലിങ്ങളായ ആൾക്കാർക്ക്. അത് കഴിഞ്ഞിട്ട് മതിയല്ലോ ബാക്കിയുള്ളവർക്ക്. അതിന് എത്ര ചെലവാകും മക്കളെ? 16,000 റുപ്യ. എന്നാൽ അത് നിങ്ങൾ നോക്കണ്ട, ഞാൻ തരാ. ഇത്രയും ഒരുപാട് തിന്മയുള്ള നാട്ടിൽ നിന്ന് നല്ലത് പറഞ്ഞ് വീട്ടിലേക്ക് കയറി വരാൻ സന്മനസ്സുള്ള മക്കളെ, നിങ്ങളുടെ പ്രയത്നം അല്ലാഹു കാണുന്നു. എൻ്റെ സമ്പത്ത് കൊണ്ടുമാകട്ടെ. സമ്പത്ത് അങ്ങനെ ദാനം ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. അഹങ്കരിക്കല്ല. അഹങ്കാരം കൊണ്ട് നമ്മളെ സമുദായത്തോടും പറയാണ്, നമുക്ക് സമ്പത്ത് അള്ളാഹ് കിട്ടി തന്നു എന്നുള്ളതുകൊണ്ട് എന്ത് അഹങ്കരിച്ചാൽ അള്ളാഹ് പാപ്പരാക്കി കളി. സഹോദരന്മാരെ, നമ്മളുടെ കുടുംബത്തിലും ചിലപ്പോൾ കൂട്ടത്തിലും ഒക്കെ പാവപ്പെട്ടവരുണ്ടാകും. ഒരു സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ നമ്മളൊക്കെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും, വലൈഹിസ്സലാം, വലൈക്കും അസ്സലാം. എന്നിട്ട് പെരിയിൽ പോയിട്ടൊന്ന് ആലോചിച്ച് നോക്കി, പാവപ്പെട്ട ഏതെങ്കിലും ഒരുത്തന്നെ സലാം കൊടുക്കാൻ കഴിഞ്ഞിരിക്കണോ? ഉണ്ടാവില്ല. ഇനി ഒരു പാവപ്പെട്ട ഒരുത്തൻ പറഞ്ഞു, ഉള്ളോ ഉണ്ടാക്കിയാലോ ആ ഉള്ളോൻ തിന്നുപോകും, ഉറപ്പാ. ഇല്ലാത്തവൻ്റെ പെരിയിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാലോ ആ ഉള്ളോൻ തന്നെ തിന്നുപോകും. ഇല്ലാത്തവൻ എവിടെയായാലും ഇല്ല, സത്യമാണ്. ഇനി ഇല്ലാത്തവൻ്റെ പെരിയിൽ ഒരു കല്യാണത്തെ നിശ്ചയിച്ച് അയക്ക് ആരൊക്കെയാ തിന്നാൻ വിളിച്ചിട്ട് പറഞ്ഞാൽ നമ്മളുള്ളോല വിളിച്ചാ, ഓല വിളിച്ചാൽ ഞാൻ ഈ കല്യാണം ഓല് മുടക്കും. പിന്നെ മറ്റേ മൂപ്പരെ വിളിച്ചാൽ ഞാൻ വൈദ്യന്നെ മുടക്കും. അതൊക്കെ പേടിച്ചിട്ട് എല്ലാവരെയും വിളിച്ചു. അവസാനം ഇല്ലാത്തവനൊന്നും ഉണ്ടാവില്ല, ഇല്ലോനെന്നും ഉണ്ടാകുക തന്നെ. നോൽമ്പുറയൊക്കെ 4 ഉണ്ടാവും ഒരു ദിവസമൊക്കെ. എങ്ങനെ അതൊക്കെ തുറന്ന് തീർക്കാം? പാവപ്പെട്ട ലോഡേറ്റി കൊണ്ട് നടക്കണവനെ ഒരു ദിവസം ആരോട്ട് വിളിച്ചിട്ടും ഉണ്ടാവില്ല. ഓൻ്റെതായിരിക്കും നോൽമ്പ്. പടച്ചോനോട് പറയും, പടച്ചോനെ ഞാൻ 250 ആളെ തുറപ്പിച്ചീനു, സൽക്കരിച്ചീനു എന്ന് ബ്രാക്കറ്റിൽ എഴുതി വെച്ചാണ്. തുറപ്പിച്ചോട്ടൊന്നും ഉണ്ടാവില്ല. ഒക്കെ മേന്മക്ക് വേണ്ടി ആയിത്തീരുക. അങ്ങനെ ചെയ്തു എന്നല്ല, സമ്പത്ത് കൊണ്ട് നമ്മളാരും അഹങ്കരിക്കാൻ പാടില്ല. നമുക്ക് സമ്പത്ത് ഉണ്ടാവുമ്പോൾ എന്താ പറയുക, നമ്മളെ സലാമിന് വരെ വ്യത്യാസമുണ്ട്. നിങ്ങളങ്ങനെയെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞേ. നമ്മൾ പള്ളിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഉടനെ ചോദിക്കും, നിങ്ങൾ പ്രസിഡന്റാ?
അല്ലേ? അങ്ങനെ നമ്മളോട് ആരും ചോദിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ വലിയ ആളാ ഒന്ന് ചോദിക്കും. അതെന്തുകൊണ്ടാണ് നിങ്ങൾ നമ്മൾ അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പം അങ്ങനെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നിങ്ങൾ ആരാ ഇവിടെ? ഞാൻ ഇവിടെ ആയാലോ ഈ പെരീത്താണ്, ഈ പെരീത്തെ പഠിച്ചോനെ ഈ പെരീത്ത ആളാണ്. നിങ്ങൾ ഇങ്ങനെ സലാം മടക്കിയാൽ പോരല്ലോ. അതെന്തായാലും അല്ല, അങ്ങനെയല്ല സാധാരണ അങ്ങനത്തെ ഒരു പെരിയുള്ളവരൊന്നും അങ്ങനെയല്ല മടക്കൽ. അതുകൊണ്ട് വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നിങ്ങൾക്ക് പ്രഷർ ഉണ്ടോ? ഇല്ല. പിന്നെന്താ നിങ്ങൾ അങ്ങനെ മടക്കി? ഷുഗർ ഉണ്ടോ? ഇല്ല. അറ്റാക്ക് ഉണ്ടായിണോ? ഇല്ല. ഒന്നുമില്ലാതെ പിന്നെ എങ്ങനെ നിങ്ങൾ? അതോ അത് പടച്ചോൻ തന്നതാണ് എൻ്റെ പെരിയും കുടിയും മുതലും ഒക്കെ. അപ്പോൾ അത് ഈ അള്ളാൻ്റെ അടിമയാ. പടച്ചോൻ ചിലപ്പോൾ എന്നെ പറഞ്ഞയച്ചേ കരഞ്ചരുത്തേക്ക്, ഞാൻ മൈൻഡ് ചെയ്യുന്നുണ്ടോ നോക്കാം. നാളെ പോയിട്ട് പടച്ചോൻ അതാ ചോദിക്കുക. അപ്പോൾ പടച്ചോനോട് പറയാം, പടച്ചോനെ എൻ്റെ മുമ്പിൽ അന്ന് ആരും ഞാൻ മൈൻഡ് ചെയ്യാതെ വിട്ടിട്ടില്ല, അതിൽ വിജയിച്ചിരിക്കണതിനോട് പറയുമല്ലോ, അതിനുള്ള സന്തോഷത്തിനാണ്. അതുകൊണ്ട് സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കരുത്. ഹറാമായ സമ്പത്ത് വാങ്ങിയിട്ട് ആ സമ്പത്ത് കൊണ്ട് നമുക്കൊരുപാട് മേന്മയുണ്ടായെന്ന് നടിക്കുന്നുവെങ്കിൽ നമ്മൾ ഈ ലോകത്തല്ലെങ്കിൽ പരലോകത്ത് തണ്ടേണ്ടി വരും. മുസ്ലിം സമുദായം കാര്യമായിട്ട് പിന്നെ കള്ളന്മാരും കൊള്ളക്കാരും ആകുന്നത് എവിടെയാ? സ്ത്രീധനം വാങ്ങുക. എത്ര പറഞ്ഞാലും ഉള്ളിന്ന് മാറ്റം വരാത്തൊരു കാര്യമാണ് സ്ത്രീധനം. ഒക്കെ മുജാഹിദീങ്ങളാവും, ഒക്കെ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ഭയങ്കര ഇക്കാരം. പക്ഷേ സ്ത്രീധനത്തിൻ്റെ കാര്യം വരുമ്പോൾ സ്ത്രീധനം അത് ഹറാമാ ആവുമോ? എന്താ എനിക്ക് 3 ആൺകുട്ടികളുണ്ടാവില്ലേ? ആൺകുട്ടികളുണ്ട്. പെൺകുട്ടികളാണെങ്കിൽ ഹറാമാന്നുള്ളത് തെളി. ന്യായത്തും വേണ്ട, ഹദീസും വേണ്ട, ഒക്കെ തെളി. ആൺകുട്ടികളുള്ളവർ ഇത് പറഞ്ഞാൽ മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്ന് സ്ത്രീധനം വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ മുജാഹിദും മുസ്ലിമും അല്ല എന്ന് പറഞ്ഞാൽ എന്തിനങ്ങനെ അടങ്ങാറാണ്? നമ്മളെ കൊണ്ട് എന്തിനാ ബാക്കിയുള്ളവർ ഗതിയിടണേ? അതുകൊണ്ട് സഹോദരന്മാരെ, സ്ത്രീധനത്തിന്റെ സമ്പത്ത് ആവശ്യമില്ല. സ്ത്രീധനത്തിന്റെ മാർഗത്തിലൂടെ ലഭ്യമാകുന്ന സമ്പത്ത് കൊണ്ട് നമുക്ക് വരുമാനമുണ്ടായാൽ ആ സ്പ്രേ പോലും ഹറാമാണ്. അവൻ ഉടുത്ത വസ്ത്രം ഹറാമാണ്, അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമാണ്, അവനിട്ട ചെരുപ്പും ഹറാമാണ്. അങ്ങനെയുള്ളവന്റെ പ്രാർത്ഥന അല്ലാഹുവിന് ആവശ്യമില്ല, അല്ലാഹു പരിഗണിക്കുകയില്ല. നമ്മൾ വിചാരിക്കും പടച്ചോനോട് ഞാൻ കുറേ പറഞ്ഞിട്ടു അല്ല കുറേ ഒന്നും കേൾക്കണില്ല. എന്താ ഇതന്നെ ആലോചിച്ച് നോക്കി. 10-20 കൊല്ലാണ് പിറകോട്ട് പോട്ടെ, വണ്ടി ഒന്ന് പിറകെ കടിച്ച് അപ്പം മനസ്സിലാകും അമ്മാശാക്കായുടെ ഹാർട്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഹാർട്ടിൽ നിന്നുള്ള പടക്കൽ ഇങ്ങോട്ട് കിട്ടും. അങ്ങേയറ്റത്തെ ഭീകരമായ അവസ്ഥ. തേണ്ടി നടന്ന് പള്ളിക്കമ്മറ്റിൻ്റെ മുമ്പിൽ തേണ്ടി കത്തും കൊണ്ടേറ്റ് നടന്ന്. സുഹൃത്തുക്കളെ, ഭാര്യമാരായിരിക്കണം. മരിച്ചാണെന്ന് അറിഞ്ഞാൽ ഓലെന്താ പറയുക അറിയങ്ങൾ? മരിച്ചാണ്, ഇവിടെ വേദന വരുന്നുണ്ട് പറഞ്ഞാൽ തന്നെ മരിച്ചോളി. ഇഞ്ച വാപ്പ അറ്റാക്കായി മരിച്ചത് ബെർജൊന്നല്ല, നിങ്ങളവിടെ വന്ന് കയറി അന്ന് തുടങ്ങിയതാ, അന്ന് പിരാന്തായി മരിച്ചതാ മൂപ്പര്. എന്തേ നമ്മളിങ്ങോട്ട് ചോദിച്ചിട്ടേ വാങ്ങിയതും പോരാ, പിന്നെ കിട്ടിയതും പോരാ, നോൽമ്പിന് പെരുന്നാളിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇന്ന് പുതിയ മാസം വെച്ചിട്ടുള്ള മാസക്കായി എന്തൊക്കെ കായി അതിനോടൊന്ന് ചോദിച്ചു. അതിലേറല്ല അമ്മോശാക്കാനി അമ്മായിമാനി ഒരു ചെമ്പിൽ വെട്ടിക്കറച്ചിട്ടിട്ട് മഞ്ഞളിട്ട് തിന്ന് പോന്നളി. എന്നാ അറിയോ? പരലോകത്ത് നോക്കിയാൽ മതി അയറ്റക്ക്. ഈ ലോകം നോക്കണം, നമ്മളെ പോറ്റും വേണം. സ്ത്രീധനം അല്ല എന്ന് പറഞ്ഞിട്ട് അല്ലേ? സ്ത്രീധനം വാങ്ങാത്തൊരു മനസ്സുണ്ടെങ്കിൽ വാങ്ങാന്നാ മതിട്ടോ. അല്ലാതെ സ്ത്രീധനം വാങ്ങാതെ ഇടക്കിടക്ക് പെരിയിൽ കുന്താണിമ കയറി കുത്തിർന്നിട്ട് ഇങ്ങനെ സ്ത്രീധനമില്ലാതെ കെട്ടിക്കൊടുന്ന തന്നെ ഇടക്കിടക്ക് ഇങ്ങനെ ഭീഷണി മയക്കണേ. വേണ്ട, അങ്ങനത്തെ കല്യാണം നമുക്ക് വേണ്ട. സ്ത്രീധനം ഇല്ല എന്ന് തന്നെ പറയും. സ്ത്രീധനം വേണ്ട. ആ കുട്ടിക്ക് എന്തെങ്കിലും മീനിങ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടൂലേ? ജ്വല്ലറി പോയാൽ നിങ്ങൾക്കും കിട്ടുമല്ലോ, ഒരു പവനോ 2 പവനോ വാങ്ങിക്കളി. വേണ്ട, തോനിട്ട് കൊടുക്കണോ? 5 പവൻ വാങ്ങിക്കളി. പൈസ കൊടുത്താൽ കിട്ടൂതേ. അമ്മോശാക്ക് മാത്രമല്ല കിട്ടുക. നമ്മൾ എന്നിട്ട് പറഞ്ഞു അമ്മോശാക്ക് നിങ്ങൾ പോയാലേ ഓർക്ക് തരുള്ളൂ, ഞാൻ ചെന്നാൽ തരും. നമ്മൾ എന്നാലും തരും, പൈസ കൊടുത്താൽ മതി. തിന്നിട്ട് കൊടുന്നിട്ടേ ആണ് ധരിപ്പിച്ചു കൊടുക്കി. വേറൊരു നിവൃത്തിയില്ല. അല്ലാതെ അവിടെ പോയി ഇറക്കുകയല്ല. നമ്മൾ പറയും സ്ത്രീധനൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. 10 അൽപ്പൻ്റെ പണ്ടല്ലേ, 10 അൽപ്പൻ്റെ പണ്ടെന്ന് പറഞ്ഞാൽ എന്താ? അത് സ്വർണ്ണ അല്ലേ? എന്താ അത് വിടാൻ കഴിയാത്തത്? അതെന്താ വിടാൻ കഴിയാത്തത്? ആർത്തി ആക്ര. ഇവിടുത്തെ ആക്ര. ഒരു കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടുത്തെ പുതിയാപ്പിള പിറ്റേ ദിവസം ഭാര്യനെ അങ്ങോട്ട് കൊണ്ടുവരല്ലേ എന്ന് ചോദിച്ചപ്പോൾ വാപ്പാക്കൊരു ഒളിച്ചൽ, മോനെ ഇന്ന് കല്യാണം കഴിഞ്ഞ് നാളെ തന്നെയാണ് കൊടുന്നാ മൂപ്പരിഞ്ഞ് സ്വർണ്ണൊന്നും ഉണ്ടാക്കാന്നാലോ. ബേജാറേ. സ്ത്രീധനല്ല എന്ന് പറഞ്ഞപ്പോഴും വാപ്പാർക്ക് പേടി. അതുകൊണ്ട് വാപ്പാരും മക്കളും ഉമ്മാരും ഒക്കെ ഹറാമായ സമ്പത്ത് ശേഖരിക്കാൻ പാടില്ല. സ്ത്രീധനമായി നമുക്ക് വാങ്ങാൻ പാടില്ല. സമ്പത്തിന്റെ എവിടെയെങ്കിലും നിക്ഷേപിച്ച് കിട്ടുന്ന 8,000-ഓ 800-ഓ മാസമായി ലഭ്യമായിക്കൊണ്ട് കഷ്ടനഷ്ടങ്ങളോ നമ്മളുടെ തലയിൽ വരാത്ത അത്തരത്തിലുള്ള സമ്പത്തും നമുക്ക് ആവശ്യമില്ല, നമുക്ക് പാടില്ല. അനാഥകളുടെ സ്വത്തും നമുക്ക് പാടില്ല.
നിങ്ങളേതെങ്കിലും എത്തിങ്ങാൻ്റെ പൈസ കെട്ടിക്കണോ? ഇല്ലല്ലോ, ഇല്ല. ഏതെങ്കിലും എത്തിയും കുട്ടികളെ കൊന്നുങ്ങാണ്ട് പൈസ എടുത്തുക്കണോ? ഇല്ല. എന്നാൽ ഇനിയിപ്പോൾ എത്തിയും കുട്ടികളെ മുതൽ വെക്കണ ഒരു പുതിയ ഏർപ്പാണ്ടി നമ്മളെ നാട്ടിൽ. എന്താ അറിയങ്ങൾ? എന്താ അറിയോ? നമ്മളെ ജ്യേഷ്ഠൻ മരിച്ച്, നമ്മളെ വാപ്പിയും ഉമ്മയും ജീവിച്ചിരിപ്പണുണ്ട്. നമ്മളെ വാപ്പിയും ഉമ്മയും ജീവിച്ചിരിക്കെ നമ്മളെ ജ്യേഷ്ഠൻ മരിച്ചാൽ നമുക്കൊരു ചെറിയ ഉള്ള കാത്ത് എന്തേ പടച്ചോൻ കാത്ത്. എന്തേന്? ഏട്ടൻ മരിച്ചതോ? വാപ്പ ജീവിച്ചിരിക്കെ ഏട്ടൻ മരിച്ചാലേ. അതെന്തേനു? വാപ്പ ജീവിച്ചിരിക്കെ ഏട്ടൻ മരിച്ചാൽ ഏട്ടൻ്റെ കുട്ടികളെ സ്വത്ത് കുട്ടിയാക്കല്ല, പിന്നെ ആർക്കാ? ഈ 32 പല്ലും കാട്ടി വരുന്ന എനിക്ക്. ആരാത് പഠിപ്പിച്ചേ? ആരേ സഹോദരന്മാരെ ഖുർആൻ ഇത് പഠിപ്പിച്ചോ? എന്നിട്ട് വാപ്പാൻ്റെ അടുത്തേക്ക് ഇല്ലാത്ത ലോകിയായിട്ട് മക്കളും പെമ്മക്കളും ആമക്കളും ഇങ്ങനെ ചെല്ലുക. കാക്കാൻ്റെ മുതൽ ഇതുവരെ കാക്ക ആശുപത്രി കിടന്നിട്ട് നോക്കാനില്ലാത്ത നിങ്ങൾ കാക്കാൻ്റെ മുതലും തന്നെ അള്ള പറഞ്ഞിരിക്കണമെന്ന്. ഏതായാലും ആ അള്ളാഹു പറഞ്ഞിട്ടില്ല. അള്ള പറഞ്ഞെന്തറിയോ? വാപ്പിമ്മയും ജീവിച്ചിരിക്കെ മകൻ മരിച്ചാൽ ആ മകൻ്റെ സ്വത്ത് കൈകാര്യം ചെയ്യേണ്ടുന്ന ബാധ്യത അള്ള വാപ്പാനി മാനിയാണ് ഏൽപ്പിച്ചൊക്കെയാണ്. അല്ലാതെ JCB കൊണ്ടിയല്ലേ അമ്മളിയല്ല. എന്നിട്ട് വാപ്പനോട് പടച്ചോൻ പറയാ, നിങ്ങളെ കുട്ടികളെ മുതലാട്ടോ, ഇത് അന്യായമായി, വേണ്ടാത്തൊരു ചെയ്യരുത് കേട്ടോ. ഇതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ജീവിക്കാൻ കഴിയൂല. ചിലപ്പോൾ വാപ്പാന്റെ 1/3 കൂടെ വസിയത്ത് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ആ വാപ്പ പിന്നെ എന്ത് ചെയ്യണം? വാപ്പയുടെ ചിലപ്പോൾ 1/3 കൂടി കൂട്ടിയിട്ട് ഈ കുട്ടിയാക്ക് എൻ്റെ വലിയ മകനായ എന്നോൻ്റെ കുട്ടിയാൾ 3 മക്കൾ ഓലെ പോറ്റാൻ വേണ്ടി മക്കളെ എൻ്റെ മുതലിൽ നിന്നും കൂടി ഞാൻ കുറച്ചെടുത്തിട്ട് ഞാൻ ഓൽക്ക് വസിയത്ത് ചെയ്ത് കൊടുക്കുകയാണ്. അതിനാ ഏൽപ്പിച്ചത്. സഹോദരന്മാരെ, അതല്ലാത്ത സമ്പത്തിന്റെ കിട്ടുന്ന 1000-ഓ 2000-ഓ നമുക്ക് ആവശ്യമില്ല. അനാഥകളുടെ സമ്പത്താണത്. അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അത്യാഗ്രഹവും നമുക്ക് പാടില്ല. സമ്പത്തുണ്ടാകുമ്പോൾ പിശുക്ക് നമുക്ക് പാടില്ല. സമ്പത്തുണ്ടാവുമ്പോൾ പിശുക്ക് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. പൈസ ഉള്ള നമ്മൾ പിശുക്ക് അങ്ങനെ ഉണ്ടാകുക. നമ്മളെ താനൂരുന്നോ പൈസ ഉള്ള ഒരുത്തനും പൈസ ഇല്ലാത്ത ഒരുത്തനും കൂടി കോഴിക്കോട്ടേക്ക് പോയി. അങ്ങനെ വിചാരിച്ചു നിങ്ങൾ? അങ്ങനെ കോഴിക്കോട്ടേക്ക് പോവില്ല. രണ്ടും വേറെ വേറെ വണ്ടിയിലേ പോകുള്ളൂ. എന്തായാലും ആട്ട് പോയി. നമ്മളെ കുടുംബത്തിലുള്ള ഒരാൾ പോയി കണ്ട് കോഴിക്കോട് പോയി തിരിച്ചു വന്നാൽ ആരെ പൈസയെ ചെലവായിക്കാണ്? പാവപ്പെട്ടവൻ്റെ. അതെന്താ അങ്ങനെ? അതങ്ങനെയാണ്. അത് ഈ ലോകത്തിന്റെ കിടപ്പങ്ങനെയാ. നമ്മൾ ഹോട്ടലിൽ നിർത്തും. ഹോട്ടലിൽ നിർത്തിയിട്ട് ഹോട്ടലിന്റെ മുമ്പിൽ നിർത്തിയിട്ട് പറയും, ചോറാണ് എനിക്ക്, ചോറാണ്, ബിരിയാണി ആക്കണം. എന്നായിക്കോട്ടെ, ബിരിയാണി ആയിക്കോട്ടെ, ഏതായാലും കിട്ടിയല്ലേ. തിന്ന് കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ ജീരകമൊക്കെ തൊള്ളിയിട്ട് പറയും, എൻ്റെ അടുത്ത് 1000 നോട്ട്, എൻ്റെ അടുത്തുണ്ടോ ചില്ലറോ? എൻ്റെ അടുത്ത് ചില്ലറേ ഉള്ളൂ. എൻ്റെ അടുത്ത് ഇന്ന് വരെ 10 നോട്ടേ കണ്ടിട്ടുള്ളൂ, വേറൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ എടുത്തു കൊടുത്ത് 50 ഉറുപ്യ. അത് കഴിഞ്ഞ് വേറെ വണ്ടിയിൽ കയറി, കടയിൽ കയറി, വേണോ? അപ്പം തന്നെ ഓൻ പറയും, വേണ്ട, വേണ്ട, എനിക്ക് ജ്യൂസ് വേണം. വേണ്ടേ? അല്ല ഇച്ച് കുടിച്ചോ? ഓനുറപ്പായ ഓൻ തന്നെ കൊടുക്കേണ്ടി വരും. അതാ ഓൻ മുളാത്ത്. അവിടെയും കൊടുത്തു ഓൻ്റെ കായൊക്കെ. അവസാനം നാട്ടിൽ വന്നിറങ്ങുമ്പോൾ മുതലാളിയായ നമ്മൾ 500 നോട്ട് ഉണ്ടാവും കീശയിൽ. മറ്റോ കടം വാങ്ങണാണ്, തക്കാളി വാങ്ങാം. ഇതാ അവസ്ഥ. അതുകൊണ്ട് സഹോദരന്മാരെ, പിശുക്ക് കാണിക്കുന്നു എന്നല്ല, ദരിദ്രരെ നമ്മൾ പെട്ടെന്ന് പ്രത്യേകം പരിഗണിക്കണം. അയൽപ്പക്കത്തൊരു ദരിദ്രനുണ്ടെങ്കിൽ എപ്പോഴും ഒരു 100 രൂപ ഇങ്ങോട്ട് ബാധ്യതയായി നിർത്താൻ ശ്രദ്ധിക്കണം. പാവപ്പെട്ടവൻ വല്ലാതെ ശ്രദ്ധിക്കും. നമുക്ക് എന്ത് ഇങ്ങോട്ടാണെങ്കിലും ഓൻ കൊടുന്നു വരും, നമുക്ക് വേണ്ടതൊക്കെ ചെയ്യും. അപ്പം എപ്പോഴും എന്ത് ചെയ്യും? നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, പടച്ചോനെ ഇങ്ങോട്ട് ടൈക്കണോ, എന്നാ കിടക്കട്ടെ, അങ്ങോട്ടൊരു 100 രൂപ. അങ്ങനെ എപ്പോഴും ഒരു 100 രൂപേൻ്റെ ബാലൻസ് അവിടുന്ന് ഇങ്ങോട്ട് കിട്ടാനുള്ളതേ ആകാവൂ. ഇവിടുന്ന് അങ്ങോട്ട് കിട്ടുന്ന രൂപത്തിലാക്കി നിർത്താൻ പാടില്ല. എപ്പോഴും ശ്രദ്ധിച്ചോളൂ. അല്ലാഹു ചോദിക്കുന്ന ചോദ്യമാണ്. അയലോകത്തുള്ള ഇതൊരു 3 കിലോ ഇറച്ചി വരുന്നോട് കൊണ്ടിട്ടോ, എത്ര 300 രൂപയാണ്, അങ്ങോട്ട് ഉണ്ടാവില്ല എന്ന് ഓനുറപ്പാണ്. ഓൻ നമ്മളെ പരീക്കുള്ള ഇറച്ചിയായി കൊടുക്കും, മീൻ വാങ്ങി കൊടുക്കും. മിക്കവാറും ഇവിടുന്ന് വിറ്റ് പോകുക നല്ലത്. നമ്മളെ ഇവലെടുത്ത് കുത്തിർന്നാൽ നമ്മൾ പട്ടിണി അടക്കാനുള്ള കായും കൂടി നമ്മളെടുത്ത് തകിയില്ല. അങ്ങനെ അങ്ങ് ചൂഷണം ചെയ്യും. പാവപ്പെട്ട മനുഷ്യന്മാരെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പാടില്ല. സഹോദരന്മാരെ, അത് ശ്രദ്ധിക്കണം. നമ്മളെ ലോകത്തൊക്കെ പാവപ്പെട്ട ഒരു 10 രൂപ എടുത്തണ താത്തുണ്ടെങ്കിൽ ആ താത്താനോട് നമ്മൾ പറയും, നോൽമ്പൊക്കെ ആണെങ്കിലേ, ആയിഷുമ ഈ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ നോൽമ്പ് ഇറക്കാനാണ് വരുകൊണ്ടിട്ടോ. രാവിലെ 10 മണിയാകുമ്പോൾ നോൽമ്പ് ഇറക്കാൻ വരും ചോനെ.